വേദിയിലെ മാനനീയ പ്രമുഖരെ, ആരാധ്യരായ ബന്ധുജനങ്ങളെ, പ്രിയ സഹപ്രവർത്തകർ, ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ ഈ വേദിയിൽ ഒരിക്കൽ കൂടി ഭാഗവാക്കാക്കാൻ സാധിച്ചതിൽ എത്രമാത്രം സന്തോഷമുണ്ട് എന്നുള്ളത് വാക്കുകളെ കൊണ്ട് പറയാൻ സാധ്യമല്ല. 113 വർഷത്തിൻ്റെ ചരിത്രവുമായാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വേദിയിൽ എത്തുമ്പോഴുള്ള സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്നാണ്. അപ്പൊ 113 വർഷമായി സനാതന ധർമ്മത്തിന്റെ പാലനത്തിനും പോഷണത്തിനും പ്രചരണത്തിനും ഒക്കെയായി നമ്മുടെ പൂർവിക തൊട്ട് ഇന്ന് നമ്മിലൂടെ നാളെയിലേക്ക് കൈമാറാൻ തയ്യാറായി നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇത്തരം ഒരു പരിപാടിയിൽ നിങ്ങളോടൊപ്പം, ഇതിൽ തൽപരരായ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിന്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ഉണർവോടെ മുന്നോട്ട് എന്നുള്ളതാണ്. ഉറക്കം വരാനുള്ള നേരം ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഉണർവിനെ പറ്റി ഇപ്പം നമുക്ക് പറഞ്ഞാൽ വേഗം പിടികിട്ടും എന്നെനിക്ക് തോന്നുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ കഠോപനിഷത്തിലൂടെ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ, അല്ലെങ്കിൽ എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ എന്ന് കഠോപനിഷത്തിലൂടെ ഉപദേശിച്ചത് അല്ലെങ്കിൽ ആജ്ഞാപിച്ചത് കേവലം മൃത്യുവിന്റെയും മരണാനന്തര ജീവിതത്തിന്റെയും സത്യമന്വേഷിച്ച് യമധർമ്മനോട് പോലും സംവാദം നടത്താനും നിശ്ചയദാർഢ്യത്തോടുകൂടി നിലനിൽക്കാനും ഒക്കെ സാധിക്കുന്ന നചികേതസിനോട് മാത്രമല്ല, ആ ഉപനിഷത്ത് നമ്മൾ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്നവർക്ക് മാത്രം ബാധകമായതുമല്ല. അത് സത്യം പറഞ്ഞാൽ ഏറ്റുവാങ്ങിയത് സനാതന ധർമ്മികൾ എല്ലാവരുമാണ്. ഈ ഭാരതത്തെ മോക്ഷഭൂമിയായി, പിതൃഭൂമിയായി, മാതൃഭൂമിയായി ഒക്കെ കരുതുന്ന എല്ലാവരും അത് തങ്ങളുടെ കടമയാണ് എന്ന് ഏറ്റുവാങ്ങി. ഏതെങ്കിലുമൊക്കെ മതപാഠശാലയിൽ പോയിട്ടൊന്നുമല്ല. അങ്ങനെ മതപാഠശാലയിൽ പോയി കൃത്യമായി പഠിക്കുക എന്നൊരു സംവിധാനമൊന്നും നമുക്ക് അത്ര വ്യാപകമായി ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് മതപാഠശാലയിൽ പോയി ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത ഇങ്ങനെ കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും നമ്മളാരും പഠിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം അറിയാവുന്ന ഋഷീശ്വരന്മാരും ആചാര്യന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും പോലെ തന്നെ സർവ്വസാധാരണക്കാരന്റെ ഉള്ളിലും ഈ ഉണർവോടെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മന്ത്രം അതെങ്ങനെയോ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതൊരു സത്യമാണ്. ഭാരതത്തിന്റെ ചരിത്രമാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. അതിനൊരു പക്ഷെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ അല്ല തിരയേണ്ടത്, ഭാരതത്തിന്റെ ചരിത്രമാണ് ഉണർവോടെ മുന്നോട്ട് നീങ്ങാനുള്ളൊരു കരുത്ത് ഇതിൽ അന്തർലീനമായിട്ടുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കണം. വൈദേശികമായ ചില ചിന്താഗതികൾ അത് കുറെ അപകടമാണ് എന്നും മ്ലേച്ഛ സംസ്കാരമാണ് എന്നും ഒക്കെ ധാരണ ഉണ്ടായപ്പോൾ, കാരണം അവിടങ്ങളിലൊക്കെ സനാതന ധർമ്മത്തിന് എന്തോ പറ്റി എന്ന അറിവ് ആയിരിക്കാം സമുദ്രയാത്ര വേണ്ട എന്നുള്ള ഒരു നിരോധനം കൊണ്ട് സനാതന ധർമ്മത്തെ ഇവിടെ ഹിമവൽ സമുദ്രത്തിന് ഇടയിൽ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ ഇടക്കാലത്ത് കണ്ടിട്ടുണ്ട്. സമുദ്രയാത്ര നിഷിദ്ധമാണ്. സമുദ്രത്തിൽ പോയാൽ അല്ലെ ഒരു പക്ഷെ വിലക്കുണ്ടാകും. എവിടെ? സമുദ്രം ബന്ധിച്ച് അല്ലെ സേതു ബന്ധിച്ച് രാവണന്റെ 10 ശിരസ്സും എഴുതിട്ട് പോന്ന ശ്രീരാമചന്ദ്രനെയൊക്കെ നമ്മൾ രാമായണത്തിൽ പഠിക്കുമ്പോഴും ഇടക്കാലത്ത് എപ്പോഴൊക്കെയോ കടൽ യാത്ര നിഷിദ്ധമാണ് എന്ന് ഒരു ആചാരമോ അല്ലെങ്കിൽ അനാചാരം എന്ത് വേണേ പറയാം. അത് ഒരു ശ്രമമായിരുന്നു. വൈദേശികമായി സനാതന ധർമ്മത്തിന് പറ്റിയ തട്ടുകേടുകളിൽ നിന്ന് ഈ ഭാരതത്തെയെങ്കിലും, അതിന്റെ ജന്മഭൂമിയായ ഭാരതത്തെയെങ്കിലും രക്ഷിക്കാനുള്ള ഒരു പരിശ്രമം എന്ന നിലയിൽ അങ്ങോട്ട് പോയി അതൊന്നും ഉൾക്കൊള്ളണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകണ്ട. പക്ഷേ വയ്യാവേലിയും കഷ്ടകാലം ഒക്കെ വയനാട്ടിൽ നിന്നാണേലും വണ്ടിയും പിടിച്ച് വരും എന്നുള്ളത് ഉറപ്പാണല്ലോ. അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞപ്പോഴും ഹിമാലയത്തിന്റെ മലമടക്കുകൾക്കിടയിൽ എവിടെയൊക്കെയോ ഉള്ള വിടവുകളിലൂടെയോ അതുമല്ലെങ്കിൽ സമുദ്രത്തിലൂടെ പുതിയ വഴി കണ്ടെത്തിയോ ഒക്കെ നമ്മൾ ആരിൽ നിന്നാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാരതത്തിന്റെ ഉള്ളിൽ എത്തുകയും ഇതിന്റെ വിധിയും മാറ്റിമറിക്കാനുള്ള പരിശ്രമമൊക്കെ നടന്നു. ആദ്യമൊന്ന് അന്ധാളിച്ചു പോയിട്ടുണ്ടാകുമെന്നുള്ളത് സത്യം. കാരണം ആ അന്ധാളിപ്പ് ഒരു പക്ഷേ രാഷ്ട്രീയമായ മാറ്റമല്ലേ, ഭരണമാറ്റമല്ലേ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാകാം. കാരണം ഭരണം നമ്മളെ സംബന്ധിച്ച് അത്ര വലിയൊരു കാര്യമല്ല. ഭാരതത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഈ സംസ്കൃതി എന്നത് ഭരണത്തിന്റെ പിൻബലം കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണത്തിന് കീഴിൽ ഇരുന്നിരുന്നോ അതും സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ വളരെ നിസ്സംഗതയോടെ കണ്ടുകാണും. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീയതയെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സംസ്കാരത്തെ അത് മുറിവേൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏതെല്ലാം വിധത്തിൽ
അതിനെ കുടഞ്ഞെറിയാൻ സാധിക്കുമോ? അത്തരത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളിലും സർവ്വസാധാരണക്കാർ വരെ ആയതുകൊണ്ടാണ് ഈ മണ്ണിൽ സനാതന ധർമ്മം ഇന്നും നിലനിൽക്കുന്നത്. സനാതന ധർമ്മം ഇന്നും, കാരണം സനാതനമായി തന്നെ നിലനിൽക്കുന്നു, ഒരിക്കലും നശിക്കാത്തതായി എന്നും പുതുതുപോലെ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും നമുക്കറിയാം, ഈ സമയത്തും പ്രയാഗ്രാജിലെ പുണ്യ സ്നാനത്തിനു വേണ്ടി ജനകോടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുണ്യമന്വേഷിച്ചുകൊണ്ട് എത്തുന്നുവെങ്കിൽ ഈ മണ്ണിൽ ഒന്നും നശിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോ ഉണർവോടെ മുന്നോട്ട് പോകാനുള്ള ആന്തരികമായ കരുത്ത് ഇതിനുണ്ട്. ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ അന്വേഷിച്ചാൽ നമുക്കത് മനസ്സിലാകും. അത് ഭൗതികമായാകാം, ആത്മീയമായാകാം, വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ. ഒരുപക്ഷെ വരൾച്ച കൊണ്ട് പൊരുതുമുട്ടിയാൽ ആകാശഗംഗയെ ഭൂമിയിൽ എത്തിക്കാൻ തക്ക ശേഷിയുള്ള ഭഗീരഥന്മാരുടെ മണ്ണിന് ഉണർവോടെ മുന്നോട്ട് പോകാതിരിക്കാൻ സാധിക്കില്ല. കാരണം അതാണ് നമ്മുടെ പാരമ്പര്യം. ഏത് വൈതരണിക്ക് മുന്നിലും, ഏത് പ്രതിസന്ധിക്ക് മുന്നിലും തളരാതെ തകരാതെ ഉണർവോടെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത്. നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും വിശാലമായ ഭാരതത്തിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ടല്ല, അല്ലെ, പൂർണ്ണമായല്ല. നമുക്കറിയാം, നമ്മള് ഇത്തിരി കേരളത്തിന്റെ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പരശുരാമ കേരളത്തിന്റെ ഉള്ളിൽ നിന്ന്, പമ്പയുടെ പുളിനങ്ങളിൽ നിന്ന്, അങ്ങ് ഗംഗാനദിയുടെ തീരങ്ങളിൽ ഋഷീശ്വരന്മാർ തൊട്ട് സർവ്വസാധാരണക്കാർ വരെ സനാതന ധർമ്മത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കുംഭമേള സമയത്ത് തന്നെ പമ്പയുടെ പുളിനങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ഈ കൊച്ചു കേരളത്തിന്റെ നാളെയെ പറ്റി, ഇന്നലെയുടെ പുണ്യങ്ങളെ ഓർത്തെടുത്ത് ഇതിന്റെ നാളെ എങ്ങനെയാകണം, അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചുറപ്പിക്കാൻ വേണ്ടി പമ്പയുടെ പുളിനങ്ങളിൽ അതേ ഒരു പക്ഷേ പുണ്യമൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറായി നമ്മൾ ഇവിടെ നിൽക്കാം. അപ്പൊ ഈ പരശുരാമ കേരളത്തിന് ഇതൊക്കെ അവകാശപ്പെട്ടതാണോ? ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ, നിബോധത എന്ന് പറഞ്ഞ കഠോപനിഷത്തിലെ ഋഷീശ്വരന്മാരെ അംഗീകരിക്കാൻ കേരളത്തിന് സാധിക്കുമോ? ഇനി അതുമല്ലെങ്കിൽ, അല്ലെ, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അശ്ലീലമാണ് എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിലൂടെയാണ് 113 വർഷങ്ങൾക്കിപ്പുറം സനാതന ധർമ്മത്തിന്റെ പേരിൽ ഹിന്ദുമത പരിഷത്ത് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഇപ്പോഴും സനാതന ധർമ്മം അശ്ലീലമാണ്. അതിന് പക്ഷേ ഇവിടേക്ക് വന്ന വൈദേശികൾ ആരും പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല സനാതന ധർമ്മം അശ്ലീലമാണ് എന്നുള്ളത്. അത് സമ്പത്ത് മോഹിച്ച് വന്നവരാകാം, മതം പ്രചരിപ്പിക്കാൻ കയറി വന്നവരാകാം, അവരാരും പച്ചയ്ക്ക് പറഞ്ഞില്ല ഇത് അശ്ലീലമാണെന്നോ ഇത് ഡെങ്കി പോലെയോ മലേറിയ പോലെയോ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ മോശമായി ഇന്നും ചിന്തിക്കുന്ന ഈ സമയത്താണ് നമ്മൾ പമ്പയുടെ പുളിനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാളെകളെ പറ്റി, നാളെകളിൽ നിന്നും ഉണ്ടാകണം എന്ന് ഉറച്ചുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിന് ഇവിടെ നാശമില്ലാതെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഭാരതത്തിന്റെ ആ സുവർണ കാലഘട്ടങ്ങളോ അല്ലെങ്കിൽ എതിർപ്പിന്റെയും പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ചരിത്രമൊക്കെ നമുക്ക് കൂടി അവകാശപ്പെടാൻ പറ്റുമോ? അതോ നമ്മൾ അതിൽ നിന്നൊക്കെ അന്യമാണോ? സംശയിക്കേണ്ട, പരശുരാമ കേരളം ഭാരതത്തിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെയും എന്നും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധീരതയോടെ മുന്നോട്ട് പോയ പാരമ്പര്യം തന്നെയാണ് നമുക്കുള്ളത്. മുന്നോട്ട് പോകുന്ന വർത്തമാനം തന്നെയാണ് നമുക്കുള്ളത്. മുന്നോട്ട് പോകുന്ന ഭാവി തന്നെയായിരിക്കും നമ്മളിൽ ഉണ്ടാവുക എന്നതിന് യാതൊരു സംശയവുമില്ല. എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും ധീരമായി ഉണർവോടെ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, 1498 കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ച് ഒരു വാസ്കോഡഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും യൂറോപ്യന്മാരും ഉഴുതു മറിച്ചിട്ട മണ്ണാണ് നമ്മുടേത്. അതിനു മേലെയായിരുന്നു ടിപ്പുവിന്റെ പടയോട്ടം. ഇതിനെയൊക്കെ അതിജീവിച്ചും ഹൈന്ദവ കേരളത്തിന്റെ സ്വഭാവം നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നെങ്കിൽ അതിന് കാരണം ഈ ഉണർവ് തന്നെയാണ്. കാരണം ഇത്രയധികം ഇന്ത്യയിൽ തന്നെ ആദ്യമായി യൂറോപ്യൻ അധിനിവേശം സംഭവിച്ചത് കേരളത്തിലാണ് എന്ന് നമുക്ക് പറയാം. അതാണ് 1498 മുതൽ തുടരെ 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 ഒരു കൂട്ടർ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ, അത് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, അല്ലെ, അവസാനം വന്ന ഇംഗ്ലീഷുകാരടക്കം ഉഴുതു മറിച്ചിട്ട മണ്ണ് ഭരണാധികാരികളെ പോലും സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ വരിഞ്ഞു മുറുക്കപ്പെട്ട സ്ഥലമാണ് നമ്മുടേത്. അതിന് മേലെയായിരുന്നു ടിപ്പുവിന്റെ പടയോട്ടം ഒക്കെ ഒരു ഭാഗത്ത്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നും മാമാങ്കത്തിന്റെ ഈ മണ്ണിന്, ഈശ്വരന്മാരുടെ ഈ മണ്ണിന് ഇന്നും വലിയ പോറലൊന്നും ഏൽക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ അതാ ഉണർവ് തന്നെയാണ്, സനാതന ധർമ്മികളുടെ ഉണർവ് തന്നെ. എപ്പോഴെല്ലാം പ്രശ്നത്തിലും പ്രതിസന്ധിയിലും പെടുന്നുവോ അപ്പോഴെല്ലാം ആ ഉണർവോടെ മുന്നോട്ട് പോകാനുള്ള, ഉറങ്ങുന്നു എന്നൊക്കെ തോന്നിയാലും ഉണർവോടെ മുന്നോട്ട് പോകാനുള്ള കരുത്തിനുണ്ട്. വൈദേശികമായ
അധിനിവേശങ്ങൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിൽ നമ്മളെ പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്കൃതി എന്താണ് എന്ന് പൂർണ്ണമായി അറിയുന്നതിൽ നിന്ന് നമ്മൾ അകന്നുപോയി. അതുകൊണ്ട് നമ്മൾ അറിയുന്ന കേരളത്തിന്റെ ഇന്നലെകൾ വിവേകാനന്ദ സ്വാമി കണ്ട ഭ്രാന്താലയത്തിന്റെ ഇന്നലെകളാണ്. അടിയളന്നും കോലളന്നും ദൃഷ്ടിയിൽപ്പെട്ടാൽ കുറ്റമുള്ളവരുമായി ഒക്കെ മാറി നിന്നിരുന്ന ഭ്രാന്താലയം തൊട്ടേ നമുക്കൊരു പക്ഷേ അറിയുള്ളൂ. അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്ര അടി ആരിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തി വെച്ചതൊക്കെ നമുക്ക് കാണാം. അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ അതിജീവിച്ച് അല്ലെ ഇന്നതിന്റെ ഓർമ്മകൾ പോലും നിലനിൽക്കാത്ത വിധത്തിൽ മനസ്സുകൊണ്ടും ആചാരം കൊണ്ടും മാറിയ ജനതയ്ക്ക് മുന്നിൽ പോലും ഇന്നും പലരും പറയുന്നു ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടായാലേ നല്ല കുട്ടികളാവൂ എന്നുള്ളതാണ് സനാതന ധർമ്മത്തിന്റെ വിശ്വാസം എന്നൊക്കെ വളരെ ആധികാരികമായി പറയുമ്പോൾ, വളരെ ആധികാരികമായിട്ട് ഇന്ന് എവിടെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, എവിടെയാണ് ഇതുപോലുള്ള ആചാരമുള്ളത്, എവിടെയാണ് പഠിപ്പിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇന്നും പോസ്റ്റ്മോർട്ടം നടത്തി എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോണ്ടി കൊണ്ടുവന്ന് ഓരോ പൊതുയോഗങ്ങളിലും ഓരോ പത്താളെ കാണുമ്പോഴും പേന എടുക്കുമ്പോഴും മൈക്ക് കാണുമ്പോഴും എല്ലാം സനാതന ധർമ്മത്തിനിട്ട് ഒന്നും തോണ്ടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തൊക്കെ ഉണർവ് നമ്മൾ ഇന്നലെകളിൽ നേടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. കാരണം മറ്റൊരു ധർമ്മത്തിലേക്കും ഇവരാരും കടന്നു നോക്കാറില്ല, മറ്റൊരു ധർമ്മത്തിലേക്കും ഇവരുടെ ആരുടെയും ശ്രദ്ധയും പോകാറില്ല. യാതൊരു വിധത്തിലുള്ള സംശയവും. വനവാസി സമൂഹത്തിന്റെ വനവാസികൾ ഹിന്ദുക്കളാണോ, മറ്റുള്ളവർ ഹിന്ദുക്കളാണോ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ ചോദിച്ച് ഹിന്ദു എന്നൊന്നും ഇല്ല എന്ന് പറയുകയും അതേസമയം അതേ നാവ് കൊണ്ട് തന്നെ തിരിച്ച് സനാതന ധർമ്മത്തെ അല്ലെ എവിടെയൊക്കെ എന്തൊക്കെ തകരാറുകളുണ്ടോ അതൊക്കെ ഇന്നും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. തകരാറുകൾ ഈ പറഞ്ഞ പോലെ വിവേകാനന്ദ സ്വാമി കണ്ട ഭ്രാന്താലയം ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. അത് എങ്ങനെ എന്നുള്ള അന്വേഷണം നടത്താൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ ബുദ്ധിയോ അല്ലെങ്കിൽ ചിന്തയോ ഷണ്ഡീകരിക്കപ്പെട്ടു പോയി എന്നതൊരു സത്യമാണ്. കാരണം കാട്ടിൽ നിന്ന് കിട്ടിയ മണികണ്ഠകുമാരനെ കുലമേതെന്നറിയാതെ ജാതി ഏതെന്നറിയാതെ പന്തളത്തോമനയായി വളർത്തിയെടുത്ത നമ്മുടെ പാരമ്പര്യം, ഇനി അതിനുമപ്പുറം വരരുചിയുടെ 12 മക്കളെയും ഒരു പറയിവെറ്റ 12 മക്കളെയും 12 കുലങ്ങളിൽ സംരക്ഷിച്ചെടുത്ത പാരമ്പര്യം, ഇത് കേരളത്തിന്റെ പാരമ്പര്യം. ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണാവോ, ബ്രാഹ്മണന്റെ കുട്ടിയാണോ എന്ന് അന്വേഷിച്ചിട്ടല്ല, മേഴത്തോൾ അഗ്നിഹോത്രി മുതൽക്ക് അങ്ങോട്ട് നാരായണത്ത് ഭ്രാന്തനാകട്ടെ അല്ലെ എല്ലാവരും ആരും ആ കുട്ടിയെ ഏറ്റുവാങ്ങുമ്പോൾ ഈ കുട്ടിയുടെ പിതൃത്വം ബ്രാഹ്മണനിലുണ്ടോ അല്ലെങ്കിൽ ഈ ബീജം ഒരു പൂണോലിട്ടയാളുടെയാണോ എന്ന് അന്വേഷിച്ചല്ല മേഴത്തോൾ അഗ്നിഹോത്രി മുതൽക്കുള്ള 12 മക്കളെയും ഒരു പക്ഷേ വായില്ലാക്കുന്നിൽ അപ്പനെ ഒഴിച്ച് മറ്റ് 11 മക്കളെയും താരാട്ടിയത്, സ്വന്തമെന്ന് കരുതി വളർത്തിയത് ജാതി ഏതെന്ന് അന്വേഷിച്ചിട്ടോ കുലമേതെന്ന് അന്വേഷിച്ചിട്ടോ അല്ല. അങ്ങനെ ഒരു കിട്ടിയ കുട്ടിയെ സ്വന്തം അകത്ത് വളർത്താൻ തക്ക വിധത്തിലുള്ള ജാതീയമായ ഉച്ചനീചിത്വ ചിന്ത ഇല്ലാതെ വളർന്ന കേരളത്തിൽ എങ്ങനെ അടിയളെന്നും കോലളെന്നും ദൃഷ്ടിയിൽപ്പെട്ടാൽ കുറ്റമുള്ളവരുമായി മാറി നിന്നിരുന്നു എന്നുള്ളത് പഠിക്കാൻ പോലും പറ്റാത്തത്ര നമ്മൾ അതിൽ നിന്നൊക്കെ അകന്നുപോയി. അല്ല അതിനെയൊക്കെ പറ്റി പറയുമ്പോൾ തന്നെ അയ്യോ നമ്മൾ അതിൻ്റെ ആളുകളായി എങ്ങാനും വ്യാഖ്യാനിക്കപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് സർവത്ര ഭയന്ന് ഒഴിഞ്ഞു മാറി നടന്നുകൊണ്ട് ഗവേഷണ നിരീക്ഷണങ്ങൾ പോലും എങ്ങനെ കേരളം ഇങ്ങനെ ആയിപ്പോയി എന്നതിലേക്കുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ പോലും നമുക്ക് നടത്താൻ കഴിയാത്ത അത്രയും അപകർഷതാ ബോധം തലയിൽ കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിലൂടെയാകാം, അത് സാഹിത്യ രചനകളിലൂടെയാകാം, അത് പ്രഭാഷണങ്ങളിലൂടെയാകാം, അത്രയും കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. വർണ്ണവിവേചനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ വിധത്തിൽ നടന്നിട്ടുണ്ട്. നടത്തിയവർക്കാർക്കും ഇന്ന് അപകർഷതാ ബോധമില്ല. നടത്തിയവർക്കാർക്കും ഇന്ന് നിയമം മൂലം അത് എടുത്തു കളഞ്ഞു, അതിൻ്റെതായ പരിഹാരം. അതല്ല, നടത്തിയവർക്കാർക്കും ഇന്ന് അപകർഷതാ ബോധമില്ല. അത് മതത്തിന്റെ ഭാഗമാണ് എന്ന് അവരാരും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അതിന്റെ ഉത്തരവാദികളാണ്, അതും ചിന്തിക്കുന്നില്ല. അവരെല്ലാം അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ ഒന്ന് ഏഴേലത്ത് നിൽക്കാത്ത വിധത്തിലുള്ള ആചാരങ്ങളോ അനാചാരങ്ങളോ പിൻപറ്റിയവർ, സ്വയമേവ അതിനെയൊക്കെ എടുത്തു കളയാൻ തക്ക ഹൃദയ വിശാലത കാണിച്ചവർ ഇന്നും അപകർഷതാ ബോധത്തോടുകൂടി ചുരുണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് അപകർഷതാബോധം എന്താന്ന് കാണുമ്പോൾ ഒന്നും കൂടി തലക്കിട്ട് ഞെട്ടണത് ബ്രാഹ്മണന്റെ കുട്ടി ഉണ്ടായാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ പറ്റൂ, ബ്രാഹ്മണ്യം അതാണ്, ഉണ്ട് വലിച്ചെറിയണ ഇലയെ പോലും ബ്രാഹ്മണിക്കൽ ഹെജിമണി അല്ലെങ്കിൽ ഉഴുന്നുവടെ പോലും ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ തപ്പി നടക്കണത് ഈ അപകർഷതാ ബോധം നമ്മളിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്നറിയാവുന്നവർ എങ്കിൽ പിന്നെ വീഴ്ത്താൻ ഇത് തന്നെയാണ് വഴി. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചത് അപകർഷതാ ബോധം കൊണ്ട് കുനിഞ്ഞിരുന്നിട്ടല്ല,
നട്ടെല്ല് വളച്ചിരുന്നിട്ടല്ല, ആത്മാഭിമാനത്തോടുകൂടി ശിരസ് ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടാണ്. നമ്മുടെ നീണ്ട ചരിത്രം നമ്മളെ അതാണ് കാണിക്കുന്നത്. ഭാരതത്തിന്റെ ഈ ആചാരങ്ങളിൽ, ജാതീയമായ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പെട്ടുഴലുമ്പോൾ മതം മാറിപ്പോയാൽ പരിഹാരമാകാമെന്ന് പലരും പല കോണുകളിൽ നിന്നും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും അത് മാറാൻ തയ്യാറാകാത്തവരുടെ ഉണ്ടായി എന്നുള്ളത് ധീരമായ ഒരു ചരിത്രമല്ലേ. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം മതം മാറിപ്പോയവർക്ക് തെക്കൻ തിരുവിതാംകൂറിൽ കൊടുത്തപ്പോൾ അതിലൂടെ അസൂയയുണ്ടാക്കാനും അതിലൂടെ കൂടുതൽ ആളുകളെ മതം മാറ്റാനും ഒക്കെ പരിശ്രമിച്ചപ്പോൾ ബ്ലൗസ് ഇടാൻ വേണ്ടി മതം മാറാൻ തയ്യാറാവാത്തവരവിടെ ഉണ്ടായി. ഞങ്ങൾക്ക് ഈ മതത്തിൽ നിന്നിട്ട് തന്നെ ബ്ലൗസ് ഇടണം. അതാണ് മുലക്കച്ച സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. വളരെ ശക്തമായി ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ തന്നെ നിൽക്കണം. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി വൈക്കം സത്യാഗ്രഹമാകട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ, ഏതാകട്ടെ, ഒന്നും അകന്നു പോകാനല്ല, അടുത്ത് നിൽക്കാൻ, ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കണം, ഞങ്ങൾക്ക് ഇത് ഉപേക്ഷിച്ച് പോകണമെന്നല്ല, ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കണം. നമ്മൾ ഒന്നാണ്, ഒരേ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നമുക്ക് വരണം, ഒന്നിച്ച് ആരാധന നടത്തണം. വൈക്കം സത്യാഗ്രഹമോ ഗുരുവായൂർ സത്യാഗ്രഹമോ ആ നിലയിൽ നടന്ന എല്ലാ പോരാട്ടങ്ങളും ഒന്നാണെന്ന ചിന്തയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്പലം, ഞങ്ങളില്ല എന്നുള്ള ഭാവമല്ല വരുന്നത്. നിങ്ങളും ഞങ്ങളും ഇല്ല, നമ്മളാണ്, നമ്മൾ ഒരുമിച്ച് വരേണ്ടവരാണ്, ഇത് നമ്മുടേതാണ്, ഇത് നമ്മുടേതാണ്. അവർ ഒരു അന്യതാ ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും അയൽവക്കക്കാരന്റെ പറമ്പിലേക്കല്ലേ വീട്ടിലേക്ക് ഒരിക്കൽ വരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ചെന്ന് അത് എന്നൊന്ന് കയറ്റിയോ എന്ന് പറഞ്ഞാൽ ആണത്തുള്ളൂ നിൽക്കുമോ? അപ്പൊ അത് അയൽവക്കക്കാരനുള്ളത് എന്റെയാണ്, എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റൂ. അപ്പൊ ആ ഐക്യത്തിന്റെ സന്ദേശമാണ് ഈ ചാന്നാർ ലഹള തൊട്ട് ഇങ്ങോട്ട് ഇവിടെ നടന്ന എല്ലാ പോരാട്ടങ്ങളിലും കണ്ടത്. അത് അവസാനിച്ച് നമുക്കറിയാം 1936 നവംബർ മാസം 12-ാം തീയതി ചരിത്രത്തിന്റെ ഏടുകളെ പ്രകാശമാനമാക്കിക്കൊണ്ട് അല്ലെ രത്നത്തിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് വന്ന ക്ഷേത്രപ്രവേശന വിളംബരം. എല്ലാവർക്കും ജന്മത്തിന്റെ ഇത് നോക്കാതെ ജാതിരഹിതമായി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം. അതുവരെ നമ്മുടെ പോരാട്ടവും ഉണർവും ഒക്കെ ഗംഭീരമായിരുന്നു. 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നതുവരെ നമ്മുടെ ഐക്യബോധവും പോരാടാനുള്ള കരുത്തും നവോത്ഥാന ആചാര്യന്മാരുടെ പരിശ്രമവും ഒക്കെ ഒരു പക്ഷേ വിധിയുടെ അല്ലെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയായിരിക്കാം. നമുക്ക് അത് വൈകുണ്ഠസ്വാമികളാകാം, ശ്രീനാരായണ ഗുരുദേവനാകാം, ചട്ടമ്പി സ്വാമിയാകാം, സദാനന്ദ ഗുരുദേവനാകാം, ശുഭാനന്ദ ഗുരുദേവനാകാം, അയ്യങ്കളിയാകാം, അങ്ങനെ നീണ്ട ഒരു പരമ്പര. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ കൺവെൻഷന് പോലും അതുപോലെ ഒരു ഋഷീശ്വര എന്താണ് പറയുക അനുഗ്രഹമുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മളെ ഒന്ന് ഒരുമിച്ചിരിക്കണം, ഇരുത്തണം എന്ന് തോന്നിയതും ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ ചിന്തയാണ്, അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് ഇന്നും നമുക്കിവിടെ ഒരുമിച്ച് കൂടാനുള്ളൊക്കെ കാരണം. അപ്പൊ അങ്ങനെ നിരവധി ആചാര്യന്മാർ, അവരോടൊപ്പം നിൽക്കുന്ന സമൂഹം, വളരെ കൃത്യമായിരുന്നു നമ്മുടെ ആ മുന്നോട്ട് പോക്ക്. വളരെ കൃത്യമായി എന്ന് തന്നെ പറയാം. നമ്മൾ മുന്നോട്ട് പോയി എല്ലാവരും ക്ഷേത്രത്തിലെത്തി ആചാരപരമായി അല്ലേ ഒരേ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ 1936 നവംബർ മാസം 12-ാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. എന്തിനാ ഈ കൊല്ലൊക്കെ എടുത്തെടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കാൻ. അപ്പൊ അവിടെ അതിന്റെ കുറച്ച് ഭാരവാഹികൾ, അധികാരമുള്ളവർ അവിടെയുണ്ട്. അവരാണ് ഉദ്ഘാടനം ഇതൊക്കെ. ഞാനിത് കഴിഞ്ഞിട്ടുള്ള ഞാൻ അനുഗ്രഹ പ്രഭാഷണം കേട്ടപ്പോഴേ ഞെട്ടി. അനുഗ്രഹിക്കാൻ ഞാൻ ആരും അനുഗ്രഹിച്ചില്ല. അപ്പൊ അതിന്റെ പൊതുയോഗത്തിൽ ഇവർ ഈ അധികാരമുള്ളവരൊക്കെ, സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ അതിന്റെ പൊതുയോഗത്തിലുണ്ട്. അപ്പോ ഏറ്റവും വലിയ അധികാരി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തന്നെ പറയട്ടെ, അദ്ദേഹം ഇവിടെ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചിന്തിക്കണം, ഓരോ ക്ഷേത്ര ഉത്സവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്ക് എങ്ങനെ ഈ ക്ഷേത്രത്തിലൊക്കെ എത്താൻ സാധിച്ചു എന്നുള്ളത്. പോരാട്ടങ്ങൾ നീണ്ട പരമ്പര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യും കാലും ഒക്കെ അനക്കി ഇങ്ങനെ ഇരുന്ന് നമ്മൾ അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണർന്നത്, നമ്മൾ അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ എത്തിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. തിരിച്ചിട്ടാ മതി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 36 തിരിച്ചിട്ട് 63 ആവുമല്ലോ. 63-ലാണ് ഞാൻ ജനിച്ചത്. 68-ലാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ഗ്രാമത്തില് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്ന് തൊട്ട് അവിടുത്തെ അമ്പലങ്ങളുടെ കഥ എനിക്കറിയാം. ഒരു തിരി വെക്കാനില്ലാണ്ട് കാലം അടഞ്ഞു കിടന്നിട്ടുണ്ട്. പൂജാരിക്ക് കാഴ്ച കൊടുക്കാനില്ലാണ്ട് പൂജാരി താക്കോല് വലിച്ചെറിഞ്ഞു പോകുന്നത് എന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഗതി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലായിരുന്നാലും പച്ചരി വാങ്ങണ്ടേ, അതുകൊണ്ട് ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ താക്കോല് എറിഞ്ഞു കൊടുത്തു പോകണമെന്ന് എന്റെ ബാല്യകാല വിഹ്വലതകളിൽ ഒന്നായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. പലവട്ടം അടയും, പിന്നെ തുറക്കും, പിന്നെ അടയും, പിന്നെ അപ്പൊ 36 അല്ലെങ്കിൽ മറ്റെന്താണ് പറഞ്ഞത് അതുവരെയുള്ള വിപ്ലവം, അതൊന്നും ഇവർ ഈ പറഞ്ഞവരുടെ എല്ലാട്ടോ വിപ്ലവം. എന്നാലും അങ്ങനെയുള്ള വിപ്ലവങ്ങളുടെയൊക്കെ ഫലമായിട്ട് ആണ് അമ്പലങ്ങളൊക്കെ ഉണർന്നത്, ഉയർന്നത് എങ്കിൽ ഈ 36 കഴിഞ്ഞിട്ട് 63-ലേക്ക് കൊല്ലശീന്തലോ അല്ലേ, 68-ലേക്ക്
ആരും അമ്പലത്തിലെത്തിയിരുന്നില്ല. അമ്പലങ്ങളൊക്കെ തളർന്നും തകർന്നും കിടക്കുക തന്നെയായിരുന്നു. അതിനൊരു കാരണം ഈ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് എത്തിച്ച എല്ലാവരെയും പിന്നീട് നമ്മൾ കാണുന്നത് 940കളോടുകൂടി ലാത്തി ചാർജ് നടത്തി പുറത്തൊക്കെ ഓടിക്കണ അവസ്ഥയാണ്. അകത്തുണ്ടായിരുന്നവരെ അകത്ത് കയറിയവരൊക്കെ എന്തിന് ദൈവം എന്ന ചോദ്യമാണ് പിന്നീട് വേണ്ടത്. ദൈവം എന്തിന്, അല്ലെ? എന്തിനാ ഭഗവാൻ? നിരീശ്വരവാദത്തിന്റെ ഒരു വലിയ കോലാഹലം അങ്ങോട്ട് ഇളക്കി വിട്ട് വിശ്വാസമില്ലാത്തൊരു വലിയ ജനതയെ ഉണ്ടാക്കി മുഴുവൻ ആളുകളെ അകത്തുണ്ടായിരുന്നവരെ അകത്തേക്ക് എത്തിയവരെയും ഒക്കെ പുറത്തേക്ക് എത്തിച്ച ഒരു കാലഘട്ടം. അതും കഴിഞ്ഞ് ചില നിയമങ്ങളും കൂടിയാണ് ആയോട് കൂടിയിട്ട് അമ്പലങ്ങൾ നിർഗതി പിടിച്ച് ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ ബാല്യകാലം. അപ്പോഴാണ് ഇവിടെ പറയണത് അമ്പലത്തിൽ എല്ലാവരും എത്തിയതും അമ്പലങ്ങളിൽ ഉത്സവം നടത്താറായത് അമ്പലങ്ങളൊക്കെ ഗംഭീരായതും പോരാട്ടങ്ങളുടെ നീണ്ട ചരിത്രമല്ല. അത് ഈ പറഞ്ഞ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത എന്ന് ഉള്ളിൽ അലയടിക്കുന്ന സാധാരണ വിശ്വാസി, അവന് വലിയ ബഹളം നടത്തിയ വിപ്ലവങ്ങൾ നടത്താൻ അറിയില്ല. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം. അന്തിത്തിരി വെക്കാൻ വഴിയില്ലാത്ത അമ്പലങ്ങളില് ഒരു മൺചരാതെങ്കിലും കൊണ്ടുപോയി ഒരു തിരിതെളിച്ച് ഉണർവോടെ മുന്നോട്ട് പോകാനുള്ള അവന്റെ കരുത്തിലാണ് ഓരോ ക്ഷേത്രവും ഉണർന്നത്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റമാണ് വിശ്വാസികൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങാടിപ്പുറം കളിക്ഷേത്രത്തിന്റെ പേര് നടന്ന സമരമൊക്കെ അതിന് കൂടുതൽ ആവേശവും ആവേഗവും പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. കാരണം തകർന്നു പോയ ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കാൻ പുറപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, അതിന്റെ പേരിൽ കടന്നു വരുന്ന കടന്നുകയറ്റങ്ങള്, അതിന്റെ മുന്നിൽ പോലും പരിഭ്രമിച്ചു നിന്നില്ല. അതിന്റെ മുമ്പിൽ പോലും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്താണ് അങ്ങാടിപ്പുറം. ആ അങ്ങാടിപ്പുറം കളിക്ഷേത്രത്തില് ഒരുപക്ഷെ രാമസിംഹന്റെ ചോരയുടെയൊക്കെ മണം മാറുന്നതിന് മുമ്പ് എന്ന് തന്നെ പറയാം. ആ മണ്ണിൽ അങ്ങാടിപ്പുറത്തിനടുത്താണ് കൊളത്തൂര്. ആ കൊളത്തൂര് രാമസിംഹന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് ഒരു ആരാധനാലയത്തിന് വേണ്ടി അമ്മമാരടക്കമുള്ളവർക്ക് പടവെട്ടാൻ സാധിച്ചെങ്കിൽ, എന്ത് വിപത്തും നേരിടാൻ തയ്യാറായി കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അവരുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇരിക്കുന്ന ഉണർവോടെ മുന്നോട്ട് 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 എന്ന് അവരെ തള്ളുന്ന എന്തോ ഒന്ന് അന്തർലീനമായിട്ടുണ്ട് എന്നത് സത്യമാണ്. അല്ല എങ്കിൽ സാധിക്കുമായിരുന്നു അത് വിജയിക്കാൻ? എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഭരണകർത്താക്കൾക്ക് മുന്നിൽ, അല്ലെ, എല്ലാ തരത്തിലും പ്രതിരോധിക്കാൻ സാധിക്കുന്ന എതിരാളികൾക്ക് മുന്നിൽ ഇന്നും അങ്ങാടിപ്പുറം തളിക്ഷേത്രം ശിരസുയർത്തിപ്പിടിച്ച് നിൽക്കുന്നെങ്കിൽ ഉണർവോടെ നമ്മൾ മുന്നോട്ട് നീങ്ങിയ ചരിത്രമാണ് കാണുന്നത്. ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണം ഒരു ഭാഗത്ത്, ആ ക്ഷേത്രങ്ങൾക്ക് ഉത്സവം നടത്താൻ, ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുകൾ കൊണ്ടുപോകാൻ, അത് മണത്തലയിലാകാം, അത് കോഴിക്കോട് നടുവട്ടത്താകാം, നീണ്ട പോരാട്ടത്തിന്റെ ചരിത്രം അവിടെയും കാണിക്കേണ്ടി വന്നു. ഒന്ന് കൊട്ടിപ്പോവാൻ, ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പ് പോകുമ്പോൾ ഒന്ന് കൊട്ടിപ്പോകാൻ, ഒന്ന് ശംഖൂതാൻ, ഒരു കാവടി കൊണ്ടുപോകാൻ, ഒരു കലശം കൊണ്ടുപോകാൻ, ഇതിന്റെ പേരിൽ നീണ്ട പോരാട്ടം മണത്തലയും നടുവട്ടം പോലുള്ള അനവധി സ്ഥലങ്ങളിൽ എങ്ങനെയാ നടത്താൻ സാധിച്ചത്? ഭരണാധികാരികളുടെ പിന്തുണ ഉണ്ടായത് കൊണ്ടല്ല. എതിർക്കുന്ന ഭരണാധികാരികൾക്ക് മുന്നിലും വെടിവെക്കാൻ തയ്യാറാണെങ്കിൽ വെടികൊള്ളാൻ തയ്യാറായിക്കൊണ്ട് തന്നെ അത്തരം പോരാട്ടങ്ങൾ നയിച്ച പൂർവികർ നമുക്കുണ്ട്. അവരെ നയിച്ചത് അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് മുന്നോട്ട് 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 ഉണർവോടെ മുന്നോട്ട്, അല്ലെ? നമ്മളോട് ആരും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടെന്ന് പുറത്തുനിന്ന് പാട്ടൊന്നും പാടിത്തന്നില്ല, പുറത്തുനിന്ന് പാടിയില്ല. പക്ഷെ അകത്തു നിന്ന് ഉണർവോടെ മുന്നോട്ട് പോകാൻ ഉത്തിഷ്ഠത സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഒരു ഭാരതീയന്റെ മനസ്സിൽ വിത്തിട്ട, ഒരു ഹിന്ദുവിന്റെ മനസ്സിൽ വിത്തിട്ട ആത്മവിശ്വാസം, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത. നചികേതസിനോട് ഒരു പക്ഷേ ഗുരുവിനെ തേടി പോകാൻ അവിടെയായിരിക്കാം ലക്ഷ്യം. നമുക്ക് ഗുരുവല്ല, നമുക്ക് എവിടെയാണോ ലക്ഷ്യം എത്തേണ്ടത് അതുവരെ തളർച്ചയറിയാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ മണത്തലയിലായാലും നെടുവട്ടത്താണെങ്കിലും അതുപോലുള്ള പല ഭാഗങ്ങളിലും പോരാടി വിജയിച്ചതിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ. എല്ലാ ക്ഷേത്രോത്സവങ്ങളും ഭംഗിയായി നടക്കുന്നത് അവിടെയൊക്കെ നടത്തിയ പോരാട്ടത്തിന്റെ ബാക്കിയാണ്. അങ്ങനെ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം ചെയ്ത് അവിടുത്തെ ഉത്സവാദി കർമ്മങ്ങൾ നടത്താൻ ഇങ്ങനെ തുടങ്ങി എല്ലാവിധ കാര്യങ്ങൾക്കും ഭവിഷ്യത്ത് ആലോചിക്കാതെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ആത്മവീര്യം നമുക്കുണ്ട്. ആ വീര്യമാണ് ഏറ്റവും അവസാനം ശബരിമല പ്രക്ഷോഭത്തിൽ വരെ നമ്മൾ കണ്ടത്. ഭവിഷ്യത്ത് എന്ത് എന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷെ തിരിഞ്ഞു കയറുമായിരുന്നു. ആ ഭവിഷ്യത്ത് എന്ത് എന്ന് ചിന്തിക്കാതെ ഒരു ലക്ഷ്യമുണ്ട്.
ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ തളർച്ചയറിയാതെ മുന്നോട്ട് പോകണം. അതിലപ്പുറം വിശ്വാസിക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പരശുരാമ കേരളത്തിനും ഈ പോരാട്ടവും ഈ മുന്നേറ്റവും ഒക്കെ വളരെ ശക്തമായി നമ്മുടെ ഉള്ളിലുമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ചില വിശ്വാസഗതികള്, ചില പ്രത്യയശാസ്ത്രങ്ങള്, അമ്പലത്തിൽ പോയവനെയും അമ്പലത്തിലുള്ളവനെയും ആട്ടി അകറ്റിയപ്പോൾ, പുറത്തേക്ക് ഓടിച്ചപ്പോൾ, ഭഗവാൻ എന്താ പട്ടിണി ഉണ്ടോ, ഭഗവാൻ എന്തിനാ പാറാവ് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, ഭഗവാൻ എന്തിനാ എണ്ണ, ഭഗവാൻ എന്തിനാ വിളക്ക എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ട് നാമം വേണ്ടാന്ന് വെച്ചു, അല്ലെ, ഒരു നാമം ചൊല്ലല് പോലും വേണ്ടാന്ന് വെച്ചു, വിളക്ക് കത്തിക്കല് വേണ്ടാന്ന് വെച്ചു, അമ്പലങ്ങൾ വേണ്ടാന്ന് വെച്ചു, എല്ലാം 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 കഴിഞ്ഞു. അങ്ങനെ അന്താളിച്ച് നിന്ന ജനത അങ്ങനെ നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് ഒരുമിച്ചേ മതിയാകാൻ പറ്റുള്ളൂ. അവരവിടെയും ക്ഷേത്രങ്ങളിൽ അന്ത്യത്തിരി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, ഇതൊക്കെയാണെങ്കിലും നിലയ്ക്കൽ മഹാദേവ ക്ഷേത്ര സന്നിധി, പത്തനംതിട്ടക്കാർക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലെ, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്ര സന്നിധി അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഉണർവുണ്ടായില്ലേ, നമുക്ക് ഉന്മേഷം ഉണ്ടായില്ലേ, നമ്മൾ ലക്ഷ്യം നിശ്ചയിച്ചില്ലേ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? എങ്ങനെ എത്തിയേ? നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടാണ്, ഭരണമാറ്റം ഉണ്ടാക്കിയിട്ടാണ്? ഒന്നുമല്ല. നമ്മുടെ പോരാട്ടത്തിന്റെ ആത്മവീര്യം എന്ന് വേണമെങ്കിൽ പറഞ്ഞു, നമ്മുടെ ഉദ്ദേശശുദ്ധി, നമ്മുടെ ആത്മവീര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെത്താൻ സാധിച്ചു. ഇതിന്റെയൊക്കെ ഇനി എങ്ങനെയാണ് ഹൈന്ദവ കേരളം മുന്നോട്ട് പോകേണ്ടത്? ക്ഷേത്രങ്ങൾ ഒരു വഴിക്ക് ജീർണോദ്ധാരണം നടക്കുന്നു, നിലയ്ക്കൽ പോലുള്ള സമര പോരാട്ടങ്ങളിൽ അല്ലെ നമ്മൾ വിജയം കണ്ട, അങ്ങനെ 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 എങ്ങനെയാണ് ഹൈന്ദവ കേരളത്തിന്റെ ദിശയും ഭാവിയും നിശ്ചയിക്കേണ്ടത്? അതിനാണ് വിശാല ഹിന്ദു സമ്മേളനം, എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനം. കേരളത്തിലെ ഹിന്ദുവിന്റെ ഒരു വിരാട് പ്രഭാവം തന്നെ പ്രകടിപ്പിച്ച വിശാല ഹിന്ദു സമ്മേളനം. ഹിന്ദു ഒന്ന് ഒന്നിച്ചിരുന്നാൽ, കുംഭമേളയിൽ തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒന്നിച്ചിരുന്നാൽ അവിടെയാണ് സനാതനമായി നമ്മൾ നിലനിൽക്കുക. എല്ലാ ഭേദഭാവങ്ങളും അലിഞ്ഞു പോകാൻ ഒന്നിച്ചൊന്നിരിക്കണം. ആ ഒന്നിച്ചൊന്നിരിപ്പിൽ തീരുമാനങ്ങൾ പലതും എടുക്കാൻ സാധിച്ചു. ഇപ്പൊ കേരളത്തിലെ ഹിന്ദുവിന്റെ ഗതി നിശ്ചയിച്ച, എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിച്ച ഒരു കൂട്ടായ്മയാണ് വിശാല ഹിന്ദു സമ്മേളനം എന്ന്, എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് നമുക്ക് ഗതി നിശ്ചയിച്ചു വന്നു, നമ്മൾ എന്താണ് വേണ്ടത്. അതിന്റെ ഏറ്റവും പ്രധാന തീരുമാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി രാമായണ മാസം ആചരിക്കുക എന്നുള്ളത്. ജനകീയമായി രാമായണ മാസം ആചരിക്കുക. ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന് പാടിക്കൊണ്ടാണ് അവർ ഒരുമിച്ച് വന്നത്. അവര് പിരിഞ്ഞു പോയതും ഹിന്ദുക്കൾ നാം ഒന്നാണ്, അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർണ്ണം വർഗം അരുതിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന് പാടി അവനവനോട് തന്നെ പറഞ്ഞു, ഹിന്ദുക്കൾ നാം ഒന്നാണ്. ജാതിയിൽ വ്യത്യാസമാകാം, ആചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം, അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ ഹിന്ദുക്കൾ നാം ഒന്നാണ്. ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത്, നമ്മുടെ ഉണർവിന്റെ മന്ത്രം അതാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ്. അത് തന്നെയല്ലേ കുംഭമേളയിലും പറയുന്നത്. പാട്ടത് പാടുന്നില്ല എന്നല്ലേ ഉള്ളൂ. എത്ര വൈവിധ്യമാർന്ന വിഭാഗങ്ങളാണ് അവിടെ വരുന്നത്. എന്തൊക്കെ ശാഖകളിൽ നിന്ന്, എത്ര തരം ആശ്രമങ്ങളിൽ നിന്ന്, സന്യാസിപടങ്ങളിൽ നിന്ന്, എവിടെ നിന്നൊക്കെ, ഏതൊക്കെ വസ്ത്രം ധരിച്ചവരും വസ്ത്രം ധരിക്കാത്തവരും, എന്തൊക്കെ ചിന്താഗതികളുള്ളവരും, ആചാരമാറ്റം എല്ലാം ഒരുമിച്ച് കൂടുന്നു. ആ ഒരുമിച്ച് എടുക്കുന്നിടത്ത് അതെല്ലാം, ആ ഭേദഭാവങ്ങളൊക്കെ അതൊന്നും മാറ്റുന്നില്ല നമ്മൾ. ആ ഭേദഭാവങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മളുടെ ഐക്യവും ഒരുമയും വരുന്നു. അപ്പൊ അത് തന്നെയാണ് വിശാല ഹിന്ദു സമ്മേളനത്തിൽ കേരളത്തിലെ ഹിന്ദുവിന്റെ ഉള്ളിൽ കൊടുത്ത ആത്മവിശ്വാസം. ഹിന്ദുക്കൾ നാം ഒന്നാണ്, ഒന്നായല്ലേ പറ്റൂ അല്ലെ. ഇപ്പോഴും ചോദിക്കാം, ആദിവാസി ഹിന്ദുവാണോ, മറ്റവൻ ഹിന്ദുവാണോ, മറിച്ചവൻ ഹിന്ദുവാണോ? ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇവര് മാത്രമേ ഉള്ളൂ. അല്ല, അതിന് ചരിത്രം മറ്റേതാണ്, അവരുടെ ഇതിഹാസ പുരാണമൊന്നും അല്ല തപ്പേണ്ടത്. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയി. 50 ജനുവരി 26 നമുക്ക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ, നമ്മൾ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസം ജനുവരി 26, 50. 1956 6 വർഷത്തിനുള്ളിൽ ഭാരതം ഹിന്ദു കോഡ് ബില്ല് പാസാക്കി കഴിഞ്ഞു. 6 വർഷം ഹിന്ദുവിനൊരു നിയമം ഉണ്ടായി ഇവിടെ. സിവിൽ നിയമങ്ങളെ, വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ അത് വനവാസിയാകാം, പർവ്വതവാസിയാകാം, ബ്രാഹ്മണനാകാം, ക്ഷത്രിയനാകാം, വൈശ്യനാകാം, ശൂദ്രനാകാം, ചണ്ടാളനാകാം, ആരുമാകാം. നിയമത്തിന് മുന്നിൽ അവൻ ഭാരതീയനാണ്, ഹിന്ദുവാണ്. ഹിന്ദു കോഡ് ബില്ല്. എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക, ആദിവാസി ഹിന്ദുവാണോ, മറ്റൊരു ഹിന്ദുവാണോ? നിയമം ഉണ്ടാക്കുമ്പോൾ എന്റെ ഇവരൊന്നും ചോദിക്കാഞ്ഞത്? 50നും 56നും ഇടയ്ക്ക് ഹിന്ദു കോഡ് ബില്ല് 4 പാസ്സായി കഴിഞ്ഞു. വിവാഹത്തെ പറ്റിയുള്ളത്, വിവാഹമോചനത്തെ പറ്റിയുള്ളത്, സ്വത്തവകാശത്തെ പറ്റിയുള്ളത്, ദത്തവകാശത്തെ പറ്റിയുള്ളത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഭാരതീയരുടെ നിയമം നമുക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല.
സ്വപ്നാണ്. പാവു 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 എന്നുള്ള കാത്തിരിപ്പാണ്. ആവു എന്ന പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ടല്ലേ. അപ്പൊ ഇപ്പോഴും പ്രതിസന്ധികൾ നിൽക്കുകയാണ് ഭാരതീയനൊരു നിയമം ഉണ്ടാകാൻ. പക്ഷേ ഹിന്ദുവിനൊരു നിയമം ഉണ്ടാകാൻ കാര്യമായ തടസ്സമൊന്നുമില്ലാതെ 1950-നും 1956-നും ഇടയില് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കപ്പെട്ടു. അവിടെ ഉടക്കുകളൊന്നും ഉണ്ടായില്ല. ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു അല്ലെ. മഹാഭാരതത്തിലെ ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഹിന്ദു കോഡ് ബില്ല് ഉണ്ടാക്കുമ്പോ ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദു സ്ത്രീകൾ പറഞ്ഞോ ഞങ്ങൾക്ക് 5 കെട്ടാള സ്വാതന്ത്ര്യമാണെന്ന്? ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരില്ലേ? അതുകൊണ്ട് ഒന്നേ ആവുള്ള നിയമം പാടില്ല, ഞങ്ങൾക്ക് 5 കെട്ടാനുള്ള സ്വാതന്ത്ര്യം വേണം. ഏതെങ്കിലും സ്ത്രീകൾ പറഞ്ഞോ? ഇനി പുരുഷന്മാര് പറഞ്ഞോ? ദശരഥന് 3 ഭാര്യമാരുണ്ട്. ശ്രീകൃഷ്ണന്റെ കഥ വിട്. ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മിനിമം 3 കെട്ടാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഹിന്ദു പുരുഷന്മാര് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഹിന്ദുവിന് ആദിവാസിയാണെങ്കിലും ആഢ്യ ബ്രാഹ്മണനാണെങ്കിലും അറ്റ് എ ടൈം 1 കെട്ടാവൂ. നിയമം ഉണ്ടായില്ലേ? അല്ലെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ വിവാഹമോചനം നേടണം. അല്ലാണ്ട് ഒരു മോചനവും ഇല്ല. ഒന്നെ വരുള്ളൂ അല്ലേ. നന്നായാലും ചീത്തയായാലും തലേ പണയാനേ പാകുള്ളൂ. നമ്മൾ അംഗീകരിച്ചില്ലേ? അവിടെ നമ്മൾ ഇതിഹാസം നോക്കിയോ? അവിടെ നമ്മൾ പുരാണം നോക്കിയോ? അവിടെ ഇന്നലെകളിൽ എന്താണ് നടന്നത് നോക്കിയോ? ഇല്ലല്ലോ. ഹിന്ദു കോഡ് ബില്ല് പാസ്സായി. അപ്പൊ ഹിന്ദു ഉണ്ട് ഇവിടെ. ഉള്ളവരെല്ലാം ഹിന്ദു തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ വ്യർത്ഥമാണെന്ന് മുഖത്ത് നോക്കി ഉത്തരം കൊടുക്കാനുള്ള ആർജവം നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാവണത്. കാരണം അതുകൊണ്ടാണ് ഹിന്ദു കോഡ് ബില്ല് ഭാരതീയനിലെ നിയമം എപ്പോഴും ഉണ്ടായിട്ടില്ല. ഹിന്ദു കോഡ് ബില്ല് 6 കൊല്ലം കൊണ്ട് സ്വത്തവകാശവും ദത്താവകാശവും എല്ലാം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി. ആദിവാസിക്കാണെങ്കിലും ആഢ്യബ്രാഹ്മണനാണെങ്കിലും സ്വത്ത് ഒരേപോലെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അനന്തരാവകാശിക്ക് നിയമം മൂലം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോടതി പോയാൽ വിട്ടു. മക്കള് കോടതി പോയാൽ പെൺമക്കളാണെന്ന് വിചാരിച്ച് കുറച്ചേ കൊടുത്തുള്ളൂ എന്നാ മകള് കോടതി പോയാൽ ഗോപി വരച്ച് നിൽക്കാനേ പറ്റൂ. കാരണം നിയമപ്രകാരം എല്ലാവർക്കും ഒരേ സ്വത്തവകാശം ഒരേപോലെയാണ്. ദത്തെടുക്കേണ്ടത് എങ്ങനെ ഒരേപോലെയാണ്. അപ്പോൾ ഒരു ഹിന്ദു ഉണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതൊക്കെ ഹിന്ദുവിന്റെ ഉണർവിന്റെ ലക്ഷണമാണ്. ഞങ്ങൾ ഒന്നാണ്, ഒന്നാകണം. ആചാര വൈവിധ്യവും അല്ലെ അനാചാരങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ നിയമത്തിന് കീഴടങ്ങാൻ ഒരു മടിയും ഭാരതീയനുണ്ടായില്ല. ഇത്തരം എല്ലാ കാര്യങ്ങളും നിയമത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോ കുംഭമേളയിലടക്കം നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞു തന്നെയാണ്. അവിടെ പാട്ടൊന്നും അല്ലെങ്കിൽ പാടുന്ന പാട്ടേതൊന്നും എനിക്കറിയില്ല. ഏതായാലും അവരവിടെ എല്ലാം വരുന്നു. വൈവിധ്യമാർന്ന സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് അവിടെ വരുന്നു. അത് തന്നെ ഒരു വലിയ അത്ഭുതമല്ലേ നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ആ ഒരു ഇരിപ്പ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന സന്ദേശം ഉള്ളിലേക്ക് ഏറ്റുവാങ്ങാൻ വിശാല ഹിന്ദു സമ്മേളനത്തിൽ ആ ഒന്നിച്ചൊന്നിരിപ്പ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരുന്നുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ഗണപതി ഹോമം. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, കേട്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത് അല്ലേ. അതിന്റെ ഗണപതി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പറവൂർ ശ്രീധരൻ തന്ത്രികളാണ്. അദ്ദേഹം ജന്മം കൊണ്ട് ഏതാണ് എന്ന് പറയാൻ നമുക്ക് അല്ലെ അത് ശരിയല്ല. എന്നിരുന്നാലും നമ്മളിപ്പോ ഈ പറയുന്ന ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ തപ്പണൊരു ലേശം കുടുങ്ങി പോകും. പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ ജന്മമൊക്കെ അന്വേഷിച്ച് പോയാൽ ഈ ഹെജിമണിക്കാർക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അദ്ദേഹത്തിന്റെ സഹകർമ്മിയായിട്ടിരുന്നത് സൂര്യകാലടി മനക്കിലെ ഭട്ടതിരിപ്പാട്. പറവൂർ ശ്രീധരൻ തന്ത്രിക്ക് സഹായിയായിട്ടിരുന്നത്, സഹകർമ്മിയായിട്ടിരുന്നത് സൂര്യകാലടി മനക്കിലെ ഭട്ടതിരിപ്പാട്. ഇതിലും വലിയ എന്ത് സന്ദേശം കേരളത്തിന് കൊടുക്കാനുള്ളത്? എന്നിട്ട് ഇപ്പോഴും പറയാണ് ബ്രാഹ്മണന്റെ കുട്ടി ഉണ്ടായാല് അല്ലെങ്കിൽ കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി നടന്നിരുന്നു എന്നൊക്കെ പറയുന്ന വിഡ്ഢികളെ. വിഡ്ഢിന്ന് മാത്രം പറഞ്ഞ പോലെ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ എന്ന് പറഞ്ഞല്ലേ. ഈ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ സന്ദേശം പോലും അവർ ഉൾക്കൊണ്ടിട്ടുണ്ടോ? വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ സന്ദേശം എങ്കിലും ഈ പറവൂർ ശ്രീധരൻ തന്ത്രികൾക്ക് സഹകർമ്മിയായിരിക്കാൻ തക്ക മനസ്സ് കാണിച്ച സൂര്യകാലടി ഭട്ടതിരിപ്പാടിനെയും ഇത് രണ്ടും ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള സന്ദേശം കൊടുത്ത ഹൈന്ദവ സംഘടനകളെയും അവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ ആ വിശാല ഹിന്ദു സമ്മേളനം നമ്മുടെ ഉണർവിന്റെ ഒരു പ്രകടിത രൂപമാണ്. അവിടെ മനസ്സിലാക്കി നമുക്ക് കേവലം ഭൗതികമായി ഇങ്ങനെ ചേർന്നിരുന്നാൽ മാത്രം പോരാ, ആത്മീയമായ ഉന്നത്യം വേണം. ഇപ്പൊ കുംഭമേള എന്ന് പറഞ്ഞൊന്ന് മുങ്ങി പോരല് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. പോണവരൊക്കെ എങ്ങടാ പോണ? കുംഭമേളയ്ക്കാ പോണത്. എന്തിനാ പോണെന്ന്? മുങ്ങാനാ പോണത്. അങ്ങനെ മുങ്ങിപ്പോരാ മാത്രമല്ല കുംഭമേളയ്ക്ക് പോണത്. അവിടെ ആയിരക്കണക്കിന് പന്തലുകളുണ്ട്. ഈശ്വരന്മാർ നേതൃത്വവും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എറണാകുളത്ത് വെച്ച വിശാല ഹിന്ദു സമ്മേളനം വളരെ ലളിതമായ വിധത്തിൽ ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പ് നിശ്ചയിച്ചു. വളരെ ലളിതമായ കർമ്മങ്ങൾ. അത് വിപ്ലവമൊന്നുമല്ല. ബഹളം കൂട്ടി അല്ലെ, ഭരണം പിടിച്ചെടുത്ത് ആരെങ്കിലും ഒക്കെ ഇല്ലാതാക്കി അല്ല. വെറുതെ രാമായണം എടുത്ത് വീടുകളിൽ പോവുക, രാമായണം അമ്പലങ്ങളിൽ ഇരുന്ന് വായിക്കുക. ചെറിയൊരു പണി.
രാമായണ മാസാചരണം, ജനകീയമായി രാമായണ മാസാചരണം, രാമായണം വായിക്കുക. അതിലൊരു ഹിഡൻ അജണ്ട ഉണ്ട്. ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു, സംശയമില്ല. ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പ് തന്നെയാണ്, ആധ്യാത്മികമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. 940-കളിൽ തൊട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ആട്ടിയോടിച്ച ജനതയെ തിരിച്ച് ക്ഷേത്രങ്ങളിൽ എത്തിക്കുക എന്നത് തന്നെയാണ്. വിശ്വാസം വലിച്ചെറിഞ്ഞ് നാമം വേണ്ട, വിളക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലല്ല ആകാശത്തും അല്ലാതെ തൃശങ്കൂല് നിൽക്കുന്ന സാധാരണക്കാരനെ ഒന്ന് നിലത്ത് ചവിട്ടിപ്പിക്കാൻ തന്നെയായിരുന്നു. തലയിൽ കയറിയ ചില പൈശാചിക ചിന്തകളെ തൂത്തെറിയാൻ തന്നെയായിരുന്നു അജണ്ട നിശ്ചയിച്ചുകൊണ്ട് തന്നെ. എന്താ പറഞ്ഞോണ്ട് എന്താ കുഴപ്പം? അജണ്ടയുണ്ട്. ആ അജണ്ട ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പാണ്, സനാതന ധർമ്മത്തിന്റെ പാലനമാണ്, പോഷണമാണ്. അതിനുവേണ്ടി തന്നെയാണ് വളരെ ലളിതമായ വിധത്തിൽ രാമായണം എന്ന നമ്മുടെ ആദികാവ്യത്തെ, അതിലൊന്ന് സാധാരണക്കാരന്റെ എല്ലാവരും വായിക്കുന്നതാണ്, കർക്കിടമാസത്തി വായിക്കുന്നതാണ്, അതൊന്ന് കുറച്ചുകൂടി ഗൗരവമായ വിധത്തിൽ നടത്തുക. വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലേ നമുക്ക്? എന്തൊക്കെ ആക്ഷേപങ്ങളെന്ന് കേട്ടു, എത്ര അധിക്ഷേപങ്ങൾ കേട്ടു. ഇന്നിറങ്ങണ 1,900 പത്രങ്ങളില് കർക്കിടകത്തിലെ 32 ദിവസം ഉണ്ടെങ്കിൽ 32 ദിവസവും രാമായണ കഥയാണ്. എത്ര പത്രം ഇറങ്ങുന്നുണ്ടോ അതിലൊക്കെ രാമായണ കഥയാണ്. അമ്പലങ്ങളിലൊക്കെ രാമായണ മാസ, രാമായണം പ്രഭാഷണം, വായന, വീട്ടിലെത്തണം അല്ലേ? പേടിച്ചവരും പേടിപ്പിച്ചവരും ഇവിടെ പോയി അവരും അവസാനം രാമായണം എടുത്തു. പേടിച്ചവരും പേടിപ്പിച്ചവരും ഒക്കെ അവസാനം രാമായണം എടുത്ത് കക്ഷത്ത് വെച്ചു. കാരണം അവരുടെ ജൽപ്പനങ്ങളെയൊന്നും നമ്മൾ ചെവി കൊടുത്തില്ല. നമ്മൾ പോണ്ട വഴിക്ക് നമ്മളാണ് പോയി. നമ്മൾ പോണ്ട വഴിയിൽ പല അപശബ്ദങ്ങളും ഉണ്ടാവും. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് എങ്ങോട്ടാണോ പോണ്ടത് ഉണർവോടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാനിബോധത. ആര്യവൽക്കരണമാണ്, ഫാസിസമാണ്, അതാണ് ഇതാണെന്ന് പറയുന്നവരുടെ ഇടയിലൂടെ രാമായണവുമായി നമ്മളങ്ങ് പോയി. ലോകം മുഴുവൻ അംഗീകരിച്ചു. എവിടെയെല്ലാം മലയാളി ഉണ്ടോ അവിടെയെല്ലാം രാമായണ മാസത്തെ നെഞ്ചേറ്റി സ്വീകരിച്ചു. നമ്മുടെ മാറ്റത്തിന്റെ അടിത്തറ അവിടെ തന്നെയാണ്. നമ്മുടെ ചങ്കുറപ്പിന്റെ അടിത്തറ അവിടുന്ന് തന്നെ നമുക്ക് കിട്ടി. എല്ലാവരും ഒരേ സമയം ഒരേ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടുപ്പം, ആ ഒരു ഐക്യബോധം ചെറുതല്ലത്. എല്ലാ സ്ഥലത്തും ഒരേപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു, അത് ആസൂത്രണം ചെയ്യുന്നു, അത് നടത്തും. നമ്മുടെ ഒരുമയ്ക്ക് നിദാനമായിട്ടുണ്ടത് വളരെ ചെറിയ തോതിൽ അല്ലേ? അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ ബാലഗോകുലം എന്ന പ്രസ്ഥാനം പിറന്നു വീണു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. ഏതേലും അമ്പലങ്ങളിൽ ചില പ്രത്യേക പൂജയൊക്കെ മാത്രം നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി ജനകീയമായി ആചരിക്കുന്നു. ഇന്ന് എവിടെത്തി നിൽക്കുന്നു? ശ്രീകൃഷ്ണ ജയന്തി ദിവസം പേര് മഴയാണെങ്കിലും കേരളം അമ്പാടിയായി അങ്ങോട്ട് മാറും. ഉണ്ണികൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ അണിനിരക്കുന്ന അമ്പാടിയായിട്ട്, ശരിക്കു പറഞ്ഞാൽ കണ്ണിന് കുളിർമ തരുന്ന വിധത്തിൽ ഭക്തിയിൽ നമ്മളെ ആറാടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഈ മാറ്റം നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കിയത്? ഓരോരുത്തന്റെയും ഉള്ളിലുണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാനിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ എന്ന് ഓരോ സാധാരണക്കാരന്റെ ഉള്ളിലുണ്ട്. അവൻ അതാത് ഗ്രാമങ്ങളിൽ അതിന്റെ പങ്കാളിയെ. ഇന്ന് ബാലഗോകുലൊന്നും വേണമെന്നില്ല ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്താൻ. ഇതൊന്നും ഇല്ലെങ്കിലും അതാത് സ്ഥലങ്ങളിൽ ശോഭായാത്ര നടക്കണം. കാരണം അവരുടെ ഉള്ളിലുണ്ട് ഇത് അനിവാര്യമാണ്. സനാതന ധർമ്മത്തിന്റെ വീണ്ടെടുപ്പിന്, ഹൈന്ദവ കേരളത്തിന്റെ നിലനിൽപ്പിന് ഇതൊക്കെ അനിവാര്യമാണ്. ഇത്തരം കൂട്ടായ്മകൾ ആവശ്യമാണ്, ഇത്തരം ആഘോഷങ്ങൾ ആവശ്യമാണ് എന്ന തോന്നലിൽ അത് വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടു. വെറുതെ ഈ 3 കാര്യം മാത്രം എടുത്താൽ മതി. ക്ഷേത്ര ജീർണോദ്ധാരണം, രാമായണ മാസാചരണം, കൃഷ്ണാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങള്, ഇത് 3ഉം എങ്ങനെയാണോ മലയാളിക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്? തീർച്ചയായും നമ്മുടെ ഉള്ളിലുള്ള മുന്നോട്ട് 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 എന്നുള്ള ആ മന്ത്രം അത് നമ്മളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നമ്മളെയൊക്കെയും അതിന്റെ പങ്കാളികളാക്കും. അങ്ങനെ ആ ഒരു ഉണർവാണ് 113 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തിരിതെളിക്കുന്നതിലും ഉണ്ടായത്. നമ്മളൊന്ന് ഒന്നിച്ചിരിക്കണം, നമ്മുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കണം, പലരുടെയും വാക്കുകൾക്ക് കാതോർക്കണം. ഇനി വാക്ക് കേട്ടാലും കേട്ടില്ലെങ്കിലും ഒന്ന് ഇരിക്കുക, ഒന്നിച്ച് ഇത് നമ്മുടേതാണ്, ഞങ്ങൾ ഒന്നാണ് എന്ന സന്ദേശം ഉണ്ടാക്കി ഒന്നിച്ചൊന്നിരിക്കണം. 113 വർഷങ്ങൾക്കപ്പുറത്ത് ആ തോന്നലാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധ്യമായത്. അപ്പോൾ വിശാല ഹിന്ദു സമ്മേളനം ഉണ്ടാക്കിയ ഉണർവ്, അതിനും ശേഷം ആധ്യാത്മികമായും സാംസ്കാരികമായും ഒരു സുനാമി എന്ന് പറയത്തക്ക വിധത്തിൽ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു പടയോട്ടം എന്ന് തന്നെ പറയാം. ഒരു സാംസ്കാരികമായി കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള, കേരളത്തിലെ ഓരോ ഹിന്ദുവിനും ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് സംഭവിച്ച സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നും പലരുടെയും മനസ്സിൽ അതിന്റെ ജാജ്വല്യമായ പ്രകാശിതമായ ഓർമ്മകൾ ഇന്നും ഉണ്ടാകും.
ആരടാന്ന് ചോദിച്ചാൽ അല്ലെ, ഞാനടാ എന്ന് പറയാനുള്ള ആത്മവീര്യം സമാജത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആത്മീയവും ഭൗതികവുമായ മുന്നേറ്റം നടത്താൻ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള ആ വലിയ ഒരു എന്താ പറയണ്ടത്, ആ ശംഖനാദത്തിനൊപ്പം മലയാളിയെ നടത്താൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞ ഒരു പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തെ കടൽ നീക്കി കരയാക്കിയെങ്കിൽ കേരളത്തെ മൂടിയിരുന്ന പല കാർമേഘങ്ങളെയും മഴുനീക്കി കളഞ്ഞത് സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പരിശ്രമമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതൊക്കെ നമ്മളിൽ എല്ലാവരിലും ഉള്ളത് കൊണ്ടാണ് അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളിലും പരാജയം എന്തെന്നറിയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത്. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, ശബരിമല പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിൽ മലയാളിക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ജനസംഖ്യത്തിൽ നമ്മൾ വളരെ പുറകോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോഴും രാഷ്ട്രീയമായി അരക്ഷിതരാണ് എന്നുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടാകുമ്പോഴും ഒക്കെ ശബരിമല പ്രക്ഷോഭം നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത് ഈ പാരമ്പര്യമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നും മുന്നോട്ട് എന്ന് പറയുമ്പോൾ അമ്മമാരടക്കമുള്ളവർക്ക് ഭയന്ന് പിന്നോട്ട് മാറാൻ നിർവാഹമില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ ആ സമയത്തൊന്നും ഭയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഭയം എന്താണെന്ന് ആ രണ്ടക്ഷരം അവരെ ഏഴയലത്തിൽ കൂടി പോവാത്തത് കൊണ്ടാണ് വളരെ സജീവമായി സക്രിയമായി ആ പോരാട്ടം നമുക്ക് നടത്താൻ സാധിച്ചത്. ഇനിയും ആത്മീയമായും ഭൗതികമായും സാംസ്കാരികമായും ഒക്കെ ഏറെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മളിലുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഈ കരുത്തിനനുസരിച്ചുള്ള പ്രവർത്തനം കൂടി ഉള്ളിൽ എന്റെ മുന്നോട്ട് നീങ്ങണ്ടെന്ന് പറഞ്ഞാലും അല്ലെ, തന്നെ അങ്ങോട്ട് പൊക്കോളം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. വണ്ടിയുടെ എഞ്ചിന് എല്ലാ കപ്പാസിറ്റി ഉണ്ടാകും, പക്ഷെ ഇതൊരാൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ, അതിനൊരാൾ സ്റ്റിയറിംഗ് തിരിച്ചു വേണ്ടേ, എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് വേണ്ടേ, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലോ എഞ്ചിന് എല്ലാ കപ്പാസിറ്റി ഉണ്ട്, എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ഒരു വണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം, അപകടങ്ങളൊന്നും കൂടാതെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുപോലെ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഇത്തരം ഓരോ പ്രക്രിയകളിലും പങ്കാളിയായി മുന്നോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത്തരം ഒരു പരീക്ഷീണമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ടത്തേക്കാൾ കൂടുതൽ സനാതന ധർമ്മത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങൾ കൂടുന്നു. എന്തിനാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അത് മറന്നും അല്ലെങ്കിൽ അതിനെ മാറ്റിയും അല്ലേ മലയാളി ഇവിടെ എത്തിയത്? പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ടിപ്പുവിന്റെ പടയോട്ടത്തെ പറ്റി ഇവരാരെങ്കിലും അന്വേഷിക്കുമോ? ഇപ്പോ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് എന്താ ഉണ്ടായേ ചോദിക്കുമോ? മാപ്പിളലഹളക്കാലത്ത് എന്താ ഉണ്ടായേ ചോദിക്കുമോ? മറ്റേതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങളെ പറ്റി ഇതേപോലെ ചോദിക്കുമോ? കാരണം അപ്പൊ അവർ പറയും ഞങ്ങൾ മതേതരരാണ്, ഞങ്ങൾക്ക് മതവിഷയങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ ഈ സനാതന ധർമ്മത്തിൽ ഇടപെടുന്നത് എന്തിന്? ഇവരെ നന്നാക്കാനുള്ള ബാധ്യത അവരാരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? സനാതന ധർമ്മത്തെ നന്നാക്കാനുള്ള ബാധ്യത അവരാരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? അയ്യപ്പന്റെ ജനനത്തെ പറ്റി ഭയങ്കര സംശയമായി ഇവർക്ക്. ബയോളജി വെച്ച് നോക്കും അല്ലെ, അതായത് സുവോളജിയും ബയോളജിയും മറ്റേ ശാസ്ത്രവും മർത്യശാസ്ത്രവും ഒക്കെ വെച്ച് നോക്കും. മറ്റാരുടെയെങ്കിലും ജനനത്തെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ? അയ്യപ്പന്റെ ജനനത്തെ പറ്റി തീരാത്ത സംശയമുണ്ട്. തീരാക്കാൻ ഇന്നും കൂടെ ഇപ്പൊ എന്റെ ഫേസ്ബുക്കില് ഇന്നും കൂടെ ഒരു ഉത്തരം കണ്ടുണ്ട്. ഏത് പുരാണം വെച്ച് ടീച്ചർ അയ്യപ്പന്റെ ജനനത്തെ ഏത് ശാസ്ത്രം വെച്ച് ടീച്ചർ അതിനെ എന്താ പറഞ്ഞ അംഗീകരിക്കും? ഇന്നും കാലം എത്ര കഴിഞ്ഞു? കോടിക്കണക്കിന് ആളുകൾ കെട്ടുകൊടുത്ത് വരുമ്പോഴും അയ്യപ്പന്റെ ജനനത്തിന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഇപ്പോഴും ബയോളജിയും സുവോളജിയും ഒക്കെ തപ്പി നടക്കുക. മറ്റാരുടെയെങ്കിലും ജനനത്തെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? അതൊക്കെ വിശ്വാസമാണ് അല്ലേ, അതൊക്കെ വിശ്വാസമാണ്. അപ്പൊ ഇതോ? ഇതിന് തെളിവ് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ ഏതെങ്കിലും ഒരു ദേവി ദേവന്മാർ ആക്ഷേപം കേൾക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേത്ര വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെയൊക്കെ ബാക്കിയാണ് ഇപ്പോഴാണ് ഈ സനാതന ധർമ്മം എന്ന വാക്കുമ പിടിച്ചത്. മറ്റത് അയ്യപ്പനെയും രാമനെയും കൃഷ്ണനെയും ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ മനസ്സിലായി ഇവരാരും ഒറ്റയ്ക്കല്ല. ആ ഒരു വളർച്ച നമ്മൾ ഉണ്ടാക്കി തന്നെയാണ്. ഇന്നലെകളിൽ കുറ്റപ്പെടുത്തിയത് അയ്യപ്പനെയാണ്, ശ്രീരാമനെയാണ്, ശ്രീകൃഷ്ണനെയാണ്, സരസ്വതി ദേവിയാണ്, ഗണപതിയാണ് അല്ലെ. ഇപ്പൊ മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഈ ധർമ്മത്തിൽ ഒന്നും പറ്റില്ല. കാരണം ഇവരൊക്കെ കൂടി അതൊക്കെ കൂടി ചേർന്ന സനാതന ധർമ്മമാണ്. എന്നാ കടക്കട്ടെ ഒന്നിച്ച് സനാതന ധർമ്മത്തെ അങ്ങോട്ട് ആക്രമിച്ചത്. ഒരു 4-5 കൊല്ലം മുമ്പ് ഈ സനാതന ധർമ്മത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നില്ല. ഇപ്പോഴാണ് സനാതന ധർമ്മത്തിന്റെ മണ്ടയ്ക്ക് കയറിയത്. ഈശ്വരവശാൽ അല്ലെ, ഭാഗ്യവശാൽ അത് സമയമായി നമ്മൾ സനാതന ധർമ്മം എന്ന വധത്തെ തന്നെ മുന്നോട്ട് പോകും. നമുക്കുള്ള സൂചന ഇവരൊക്കെയാണ് തരുന്നത്. നമ്മൾ എന്തുമ്പിലാണ് പിടിക്കേണ്ടത് എന്നുള്ള സൂചന ഇവരാണ് തരുന്നത്. ഇനി നിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ,
അല്ലെ? ഹിന്ദു എന്നോ അയ്യപ്പനെന്നോ ശ്രീകൃഷ്ണനെന്നോ ശ്രീരാമനെന്നോ രാമായണമെന്നോ മഹാഭാരതമെന്നോ വേദമെന്നോ ഒന്നും പറഞ്ഞാൽ പോരാ. നിങ്ങൾ എന്ത് പറയണം? സനാതനധർമ്മം, സനാതനധർമ്മം, സനാതനധർമ്മം എന്ന് തന്നെ. ഈ ഹിന്ദുമത കൺവെൻഷനിൽ 113 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു എന്ന പേരില്, കാരണം അന്ന് ജാതീയമായി ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ ഹിന്ദുവായി ഒരുമിക്കുക എന്നാൽ തന്നെ വലിയൊരു മാറ്റമാണ്. അവരെ ഹിന്ദുവായി ഒരുമിച്ചിരിക്കാൻ ഹിന്ദുമത കൺവെൻഷൻ തുടങ്ങിയിടത്തു നിന്ന് തന്നെ ഇന്ന് കാലത്തിന്റെ അനിവാര്യതയാണ്. അതിനോടൊപ്പം സനാതനം, സനാതനം, സനാതനം എന്ന പദം ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സനാതന ധർമ്മത്തിന്റെ മഹിമകൾ കണ്ട് ആരൊക്കെയോ വിരലി പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ വിരലി പിടിപ്പിക്കൽ ഒരു രസമല്ലേ അല്ലേ? അപ്പൊ സനാതനം, സനാതനം എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സനാതന മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശ്രമിക്കാം. ഒരു മൂല്യവും നഷ്ടപ്പെട്ടു പോകാതെ സനാതന മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആ മൂല്യങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി പഠിപ്പിക്കാം. എവിടെ വരെ പോണം? ഇതിന്റെയൊക്കെ വേര് കിടക്കുന്നത് വേദങ്ങളിലാണ്. എല്ലാം വേര് കിടക്കുന്നത് വേദങ്ങളിലാണ്. ആ വേദമന്ത്രങ്ങളെ പോലും എടുത്തുകൊണ്ട് അപമാനിക്കാനും അപഹസിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവരത് ചെയ്യുമ്പോൾ മുന്നോട്ട് മുന്നോട്ടെന്ന് ഉള്ളിൽ നിന്നുള്ള വിളി കേൾക്കുന്ന നമ്മൾ ഇതൊക്കെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാഴ്ചക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുന്നു. പരിപാടി വിജയിച്ചോ? വിജയിച്ചു. എങ്ങനെ? നല്ല പന്തലായിരുന്നു അല്ലെ? നല്ല ഭക്ഷണമായിരുന്നു. വന്ന ആളുകളൊക്കെ തകർത്ത് പറഞ്ഞു. പിന്നെയോ നല്ല വേദിയിലാണെങ്കിൽ ഇഷ്ടം പോലെ സദസ്സ്, എല്ലായ്പ്പോഴും വേദി നിറഞ്ഞിരുന്നു. എല്ലാം ശരിയാണ്. ഇപ്രാവശ്യത്തെ സമ്മേളനം ഗംഭീരമായി എന്ന് റിവ്യൂ നടത്തി നമുക്ക് പിരിഞ്ഞു പോകാം. അത് ഇതിന്റെ സംഘാടകർ നടത്തേണ്ടതാണ്. അങ്ങനത്തെ ഒരു കണക്കുകൂട്ടലൊക്കെ ഇതിന്റെ സംഘാടകർ നടത്തേണ്ടതാണ്. നമ്മൾ നടത്തേണ്ടത് ഇതിന്റെ ബാക്കി ഇവിടുന്ന് അങ്ങോട്ടൊരു കൊല്ലം കിടക്കല്ലേ? അടുത്ത സമ്മേളനം വരെയുള്ള സമയമില്ലേ? സനാതന ധർമ്മത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് വ്രതമെടുക്കുന്നവർ അതിന് വേദത്തെ കൂട്ടുപിടിക്കുമ്പോൾ, രാമായണത്തെ കൂട്ടുപിടിക്കുമ്പോൾ, മഹാഭാരതത്തെ കൂട്ടുപിടിക്കുമ്പോൾ, സംസ്കൃതത്തെ കൂട്ടുപിടിക്കുമ്പോൾ, മനുസ്മൃതിയെ കൂട്ടുപിടിക്കുമ്പോൾ ഇതിന്റെയൊക്കെ സംരക്ഷണത്തിന് നമ്മൾ എന്താ ചെയ്തിരിക്കണം? ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കില്ലേ? ഇത് ഓരോന്നും സംരക്ഷിക്കാൻ ഓരോരുത്തർക്കും തനതായ പങ്ക് വഹിക്കാൻ സാധിക്കും. നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? ഒരു ഗ്രാമത്തിൽ നിന്ന്, ഇതിന്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് 10 വർഷത്തിനിടയിൽ ഒരു വേദപണ്ഡിതനെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ? 10 വർഷത്തെ കാലയളവിനുള്ളിൽ ഒരു വേദപണ്ഡിതനെങ്കിലും, ശിരസ്സുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വേദപണ്ഡിതൻ, എന്തെങ്കിലും കർമ്മങ്ങൾക്ക് 4 മന്ത്രം ചെല്ലലല്ല, ആ വേദങ്ങളുടെ അർത്ഥമറിയാവുന്ന, വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ഒരു വേദപണ്ഡിതൻ ഉണ്ടാകണ്ടേ? IAS കിട്ടിയ ഒരാളെ നമ്മളിവിടെ ആദരിക്കില്ലേ? ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ആദരിക്കണം, സംശയമൊന്നുമില്ല. ഇത് മത്സരാധിഷ്ഠിത ലോകം, മത്സരിച്ച് മുന്നോട്ട് പോകണം, അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാളും അന്തസ്സോടെ നമുക്ക് ഒരു വേദപണ്ഡിതൻ, വേദം പഠിക്കുന്ന ഒരു കുട്ടി, അതിൽ കഴിവ് തെളിയിക്കുന്ന ഒരാള് ഉണ്ടെങ്കിൽ അവരെ ആദരിക്കണ്ടേ? ഇവിടെ ഏതായാലും ഹിന്ദു ഏകതാ സമ്മേളന സമയത്ത് വേദമന്ത്രങ്ങൾക്ക് അത് കണ്ടു, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടു. നമ്മൾ ആ ശരിയായ ധാരണയിൽ പോകുന്നു. അതിന് കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ അടുത്ത് വരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാളെങ്കിലും വേദത്തിന്റെ കമ്പോട് കമ്പ് പഠിച്ചു വന്നിട്ട് വേണം ഇവർക്കൊക്കെ ഉത്തരം കൊടുക്കാൻ. ഇവര് വേദം കണ്ടിട്ടുണ്ടോ? വേദങ്ങളെ ആക്ഷേപിക്കുന്നവര് പുറംചട്ട പോലും കണ്ടിട്ടല്ലേ പറയുന്നത്? വേദത്തിന്റെ പുറംചട്ട പോലും കണ്ടിട്ടല്ല വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ ഇകഴ്ത്തുന്നത്. വേദത്തിന്റെ പുറംചട്ട പോലും കണ്ടിട്ട് ഒരു സംശയവും വേണ്ട. അപ്പോ അവർക്കൊക്കെ ഉത്തരം എന്താണ്? അവര് ഈ നമ്മളെ കുത്തി ഇതാക്കണത് ദൈവം അവർക്ക് കൊടുത്ത കടമയാണ്. ദൈവം അവർക്ക് കൊടുത്ത കടമയാണ്. നിങ്ങളിൽ കൂടി വേണം പ്രവർത്തിക്കാന്നാണ്. അവർക്കുണ്ടൊരു ഉത്തരവാദിത്വം. ഒരു രാവണൻ അവതരിച്ചാലല്ലേ, രാവണൻ ജനിച്ചാലല്ലേ ഒരു രാമൻ അവതരിക്കുള്ളൂ. അതുകൊണ്ട് അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. വേദം മറന്നുപോയ കേരളത്തെ അതിന്റെ വൈദിക സംസ്കൃതിയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഇവരൊക്കെ സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറയും, അല്ലെ? ബ്രാഹ്മണ്യം മറ്റതാണെന്ന് പറയും, മറച്ചതാണെന്ന് പറയും. അവര് പറയുന്നത് നിർത്തണമെങ്കിൽ കേട്ടിട്ട് നമ്മൾ അമ്പലങ്ങൾ അന്ധവിശ്വാസമാണ്, അമ്പലം പൊളിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് പറയണവരോട് നമ്മൾ ശക്തമായി കാണിച്ചു കൊടുത്തു. അമ്പലം പൊളിഞ്ഞാലാണ് അന്ധവിശ്വാസം ഉണ്ടാവുക. അമ്പലം പൊളിഞ്ഞാൽ അന്ധവിശ്വാസം ഉണ്ടാകും. അന്ധവിശ്വാസം നശിക്കണമെങ്കിൽ അമ്പലങ്ങൾ ഉയരണം, എങ്കിൽ വിശ്വാസമേ ഉണ്ടാവുള്ളൂ, അന്ധവിശ്വാസം ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തു. ക്ഷേത്രങ്ങളൊക്കെ ജീർണോദ്ധാരണം ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഇവരാരും അമ്പലങ്ങൾക്കെതിരെ പറയുന്നില്ല. ഇപ്പൊ അമ്പലം നശിക്കണം എന്ന് പറയണില്ല, ഭഗവാൻ വേണ്ട എന്ന് പറയണില്ല.
ക്ഷേത്രങ്ങൾക്കെതിരെ ഒരു വാക്കും ഇവരാരും പറയുന്നില്ല. കാരണം പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, നമ്മളതെല്ലാം ജീർണോദ്ധാരണം ചെയ്ത് എല്ലാവരും അമ്പലത്തിലെത്തി. പിന്നെ വല്ല കാര്യമുണ്ട്, അവര് കൂടെ വരിക, ഭരിക്കാൻ പറ്റുമെങ്കിൽ ഭരിക്കുക, അത്രേ നമുക്ക് ചെയ്യുന്നുള്ളൂ. അതേപോലെ നാളെ ഇവരൊക്കെ വേദ സംരക്ഷകരായി അഭിനയിക്കും. നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കണം. നമ്മുടെ അറിവുകളെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ, നമുക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ അറിയാൻ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അയ്യേ ഞാൻ ആ ടൈപ്പ് അല്ല കേട്ടോ, ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നല്ല, ഞാൻ ആ ടൈപ്പ് ഒന്നല്ല, ഞാൻ അങ്ങനത്തെ ഹിന്ദു ഒന്നല്ല എന്നൊരു അപ്പോളജറ്റിക് ആയിട്ട് നിൽക്കുന്ന സാധാരണ ഹിന്ദു. ആരെങ്കിലും എന്നൊരു പറഞ്ഞാൽ അല്ല ഞങ്ങൾ ആ ടൈപ്പ് അല്ല, അതൊക്കെ സംഘികൾ, അത് മറ്റേ ചാണകം, ഞങ്ങൾ ആ ടൈപ്പേ അല്ല കേട്ടോ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകണമെന്നുള്ളൊരു അബദ്ധം കാണിക്കണത് ഒഴിച്ചാൽ ഞങ്ങൾക്ക് വേറെ യാതൊന്നുമില്ല എന്ന് വളരെ ഒരു അപ്പോളജറ്റിക് ആയി നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ ഈ വേദങ്ങൾ തൊട്ടുതുള്ളതെല്ലാം ഞങ്ങളുടെ സമ്പത്താണ്, അത് ഞങ്ങളുടേതാണ് എന്നൊന്ന് ഉറച്ചു പറയാൻ അതിന് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് സാധിക്കണം. അതാണ് ഇനി നമുക്ക് ഉണർവോടെ. കാരണം ഇപ്പോൾ അക്രമങ്ങൾ നേരിടുന്നതെല്ലാം നമ്മുടെ അറിവുകളെയാണ്, നമ്മുടെ സംസ്കൃതിയാണ്, നമ്മുടെ ആചാരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സംരക്ഷിക്കേണ്ടതും അതൊക്കെയാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവരാദ്യം അജണ്ട നിശ്ചയിച്ചു തരും. ആ അജണ്ടയ്ക്കനുസരിച്ച് നമ്മൾ പോവുകയുണ്ട്. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. അജണ്ട നിശ്ചയിച്ചു തരാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അമ്പലം ജീർണോദ്ധാരണം ചെയ്യണം എന്നുള്ള അജണ്ട അവരാണ് സെറ്റ് ചെയ്തത്. നമ്മൾ അതിന്റെ പുറകെ പോയി ഇല്ലേ. രാമായണ മാസം ആചരിക്കണം, അജണ്ട അവർ സെറ്റ് ചെയ്തു തന്നു. നമുക്കറിയാം സമാജത്തെ രക്ഷപ്പെടുത്താൻ എന്താണ് വേണ്ടത്. അപ്പോൾ മുൻപേ നടക്കുന്ന പക്ഷികളാണ് അവരെ, മുമ്പേ പറക്കുന്ന പക്ഷികൾ. അവർക്ക് എവിടെയാണ് ആക്രമിക്കേണ്ടത് എന്ന് ഇപ്പോഴാണ് ശരിക്കും പിടുത്തം കിട്ടിയത്. അപ്പൊ നമുക്കും എവിടെയാണ് ഇനി പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ വളരെ കൃത്യമായ സൂചനയാണ് പകർന്നു കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ വൈദിക സംസ്കൃതി അടക്കം, അത് വേദമാകാം, ഉപനിഷത്തുകളാകാം, മിനിമം നമുക്ക് പേരുകളെങ്കിലും ഒന്ന് പറയാൻ കിട്ടണ്ടേ. ഏതൊക്കെ എന്തൊക്കെ ഇതൊക്കെ അറിയില്ലെങ്കിലും മൊത്തം അടച്ചാണ്. അതുകൊണ്ടല്ലേ പറയാൻ പറ്റുന്ന ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടായാലേ പറ്റൂ. ഇതൊക്കെ ഏതിലാന്നൊന്നും ചോദിക്കരുത്, കഥയെ ചോദ്യമൊന്നുമില്ല. കാരണം അവിടേക്ക് വന്യജീവ ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ ഇഷ്ടം പോലുള്ള കൃതികളുണ്ട്. എന്താണ് ബ്രാഹ്മണൻ എന്ന് ലക്ഷണം പറഞ്ഞ ഇഷ്ടം പോലെ കൃതികളുണ്ട്. അതൊന്നും പഠിക്കാത്ത നമ്മൾ വിചാരിച്ചു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അല്ലെ പൂണൂലിട്ടവർക്ക് ജനിക്കുന്നവർ മാത്രമാണ് ബ്രാഹ്മണർ എന്ന് നമ്മൾ ധരിച്ചു വെച്ചു. അവിടെ ബ്രാഹ്മണ ലക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പഠിച്ചാൽ ഈ പറഞ്ഞ ആളും പറയും ദൈവമേ എന്റെ അച്ഛനൊരു ബ്രാഹ്മണനായ മതിയാർന്നു. അത് പഠിക്കണം. എന്താണ് ബ്രാഹ്മണ ലക്ഷണം എന്ന് പഠിക്കണം. ഇത് മുമ്പിലിരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇതൊക്കെ പറഞ്ഞു വിടുന്നത്. ഇത് ഏത് ഗ്രന്ഥത്തിലാന്ന് ചോദിച്ചാൽ ആൾ അപ്പ ഓടിയോർത്ത് പിന്നെ പുല്ലും കൂടി മുളയ്ക്കും. ഇത് ഏത് ഗ്രന്ഥത്തിലാണ്? അല്ല അവർക്ക് അങ്ങനെ ഉത്തരം പറഞ്ഞോളൊന്നുമില്ല. അപ്പൊ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കണതല്ലേ, വേദം കേൾക്കണ ശൂദ്രന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണം. വേദം കേൾക്കണ ശൂദ്രന്റെ ചെവിയിൽ ഈ ഒരു ആര് പറഞ്ഞു, ആര് പറഞ്ഞാലും കൊള്ളാം, നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞതാര് എന്ന ചോദ്യമൊന്നുമില്ല, അതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ചു പേരെ വേഷം കെട്ടി ഈ സനാതന ധർമ്മത്തിന്റെ എവിടെയൊക്കെയാണോ കുത്തേണ്ടത് അവിടെയൊക്കെ കുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ രാമായണ മാസം ആചരിച്ചു, അത് വിജയിപ്പിച്ചു. അതിനോടൊപ്പം നമ്മുടെ കുട്ടികൾ രാമനും സീതയും ഒക്കെ ആയി മാറുന്നുണ്ടോ? അടുത്ത മാറ്റം വരണ്ടേ? അടുത്ത മാറ്റം മുന്നോട്ട് പോകേണ്ടത് ആധ്യാത്മികമായ മാറ്റം നമ്മുടെ മക്കളിലാണ് വരേണ്ടത്. ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പിന് അതിന്റെ പുറംചട്ട മാത്രം വീണ്ടെടുത്താൽ പോരാ. നമ്മള് അകവും കൂടെ അതിന്റെ കരുത്തിലൂടെ മുന്നോട്ട് പോകണം. ഇന്നത്തെ തലമുറയെ മുന്നോട്ട് നോക്കിയാൽ ആ ഒരു ആധ്യാത്മികരുടെ ഏതെങ്കിലും വിധത്തിലുള്ള ബഹിസ്ഫുരണം അവരുടെ ഉള്ളിൽ കാണാനുണ്ടോ? അത്യധികം മോശമായ വിധത്തിൽ ഒരു ദിവസത്തെ പത്രം വായിച്ചാൽ വേണമെങ്കിൽ അന്ന് ഉറങ്ങാണ്ടിരിക്കാം. അത്രമാത്രം കുറ്റകൃത്യങ്ങളും അത്രമാത്രം നികൃഷ്ടതകളും ഒക്കെ നടക്കുമ്പോൾ ഇതിന്റെ വീണ്ടെടുപ്പിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇതിനിങ്ങനെ വിഷമിച്ചാൽ മതിയോ? ഇത് കേരളല്ലേ, ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി മാറിയിരുന്നാൽ മതിയോ? ഇതിന്റെ വീണ്ടെടുപ്പിന് നമുക്ക് എന്തെങ്കിലും കഴിയുമോ? ഈ വഴിതെറ്റിപ്പോകുന്ന യുവതയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? മദ്യവും മയക്കുമരുന്നും ഒക്കെ അടക്കം വളരെ മോശമായ ഒരു വിധത്തിൽ പോകുന്ന തലമുറ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ക്ഷേത്രങ്ങൾക്കില്ലേ? ഹൈന്ദവ സംഘടനകൾക്കില്ലേ? ഇതുപോലുള്ള കൂട്ടായ്മകൾക്കില്ലേ? നമുക്ക് ആ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിക്കണം. ഇനി വരുന്ന തലമുറയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച അതൊക്കെ സനാതന ധർമ്മം അടക്കം നശിപ്പിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജനതയ്ക്ക് നമ്മുടെയൊക്കെ ഉദ്ദേശം. അപ്പോ ഒരു കാലം നമ്മൾ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ലക്ഷ്യം രാമായണ മാസം ആചരിക്കുക എന്നതാണെങ്കിൽ ഏറെക്കുറെ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ സന്ദേശമുയർത്തിക്കൊണ്ട് തന്നെ ഹിന്ദു ഏകതാ സമ്മേളനം നടന്ന വേദിയാണ്. ഹിന്ദു ഏകതാ സമ്മേളനം, വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്തോ
അതേ ലക്ഷ്യത്തിലേക്ക് അല്ലെ, അതേ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകണമെന്ന് കാലാനുസൃതമായി ലക്ഷ്യം നിശ്ചയിച്ചു പോകാൻ തന്നെയാണ് ഹിന്ദു ഏകതാ സമ്മേളനം ഇവിടെ നടന്നത്. ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന് തന്നെയാണ് ഹിന്ദു ഏകത എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ അർത്ഥം. എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചിരുന്ന് ഈ പമ്പയുടെ പുളിനങ്ങളിൽ പുണ്യവാഹിനിയായ പമ്പയുടെ തീരത്ത് ഹൈന്ദവ കേരളത്തിന്റെ പരിച്ഛേദം ഇവിടെ ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ചില മാറ്റങ്ങൾ ആവശ്യമല്ലേ? അന്ന് രാമായണ മാസമാണ് നമുക്ക് ആചരിക്കേണ്ടതെങ്കിൽ ഇനി ഇങ്ങനെ ഏതെങ്കിലും നമുക്ക് എന്താണ് കണ്ടെത്താന്നുണ്ട്, ഇനി നമുക്ക് ആ രാമായണ പുണ്യം, നന്മ, സന്ദേശം അത് സമാജത്തിൻ്റെതായി മാറാൻ സാധിക്കണം. ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ടാൽ ഒരു പക്ഷിക്ക് പോലും സഹിക്കാത്തതാണ് രാമായണ സന്ദേശം. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അല്ലെ, ജഡായു എന്നാണ് എതിർക്കുന്നത്. ഒരു പക്ഷിക്ക് പോലും സ്വന്തം കടമ എന്ത് എന്ന് അറിയാവുന്ന വിധത്തിലുള്ള രാമായണ സന്ദേശം സമാജത്തിൻ്റെതാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ മക്കൾ ക്ലീൻ സ്ലേറ്റ്, അവിടെ എന്താ എഴുതാതെ അത് കാണും. അടുത്ത മാറ്റം അതിൽ തന്നെയാകണം. ഈ പുറം മോടികൾ മാത്രം പോരാ, പുറംചട്ട മാത്രം ഗംഭീരമാക്കിയാൽ പോരാ, അകത്ത മാറ്റങ്ങൾ ഉണ്ടാകണം. അകത്ത മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഉണർവാണ് ഇനി നമുക്കുണ്ടാകേണ്ടത്. കഠോപനിഷത്തിൽ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞ അതേ വാക്കുകൾ എടുത്തെങ്കിലും വിവേകാനന്ദ സ്വാമി പറഞ്ഞത് മറ്റൊരു തലത്തിൽ. വൈദേശിക അടിമത്തത്തിൽ കിടക്കുന്ന ഭാരതത്തിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള മന്ത്രമായിരുന്നു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാനി ബോധത. കഠോപനിഷത്തിൽ നിന്ന് കടമെടുത്ത് നമുക്ക് തന്നത് വൈദേശിക അടിമത്തത്തെ കൊടഞ്ഞെറിയാൻ വേണ്ടിയായിരുന്നു. ഇന്ന് വീണ്ടും നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ഇന്ന് നമുക്ക് വൈദേശിക അടിമത്തത്തെ കൊടഞ്ഞെറിയാനില്ല. പകരം നമ്മുടെ ഉള്ളിലുള്ള ആസുരികതയെ, നമുക്കിടയിലേക്ക് കടന്നു കയറുന്ന ആസുരികതയെ, നമ്മളെ നശിപ്പിക്കുന്ന അത്തരം ശത്രുക്കളെ, അതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കും. അതായി നമ്മുടെ ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഓരോ ചെറിയ കൂട്ടായ്മയും അങ്ങനെ ഗൗരവമായ ചർച്ചകൾ നടത്തണം. ഓരോ ക്ഷേത്രവും നിത്യനിദാന കാര്യവും ഉത്സവാദി കാര്യങ്ങളും മാത്രം നടത്തി പോകുന്നതിനപ്പുറത്ത് ഇങ്ങനെയുള്ള ഗൗരവമായ ചില കാര്യങ്ങൾ തല പുകഞ്ഞ് തന്നെ ചിന്തിക്കണം. കാരണം ഇത് മാത്രമായാൽ ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സനാതന ധർമ്മത്തിന്റെ നേരെ ഇങ്ങനെ ക്രൂരമായ വിധത്തിൽ അമ്പുകൾ ചെയ്തുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആന്തരികമായ കരുത്തുണ്ടാകണം. ഒരു കോട്ടയുടെ മതിലുകൾ മാത്രം ബലപ്പെട്ടാൽ പോരാ, എവിടെയൊക്കെ വിള്ളലുണ്ടെങ്കിൽ സംഗതി നഷ്ടപ്പെടും. അതുകൊണ്ട് അകത്ത് കരുത്തായിരിക്കണം, അകത്ത് പോരാളികൾ തന്നെയാകണം. എല്ലാ ആസുരികതയോടും, അവനവന്റെ ഉള്ളിൽ കടന്നു വരുന്ന എല്ലാ ആസുരികതയോടും പടവെട്ടാൻ തക്ക ശേഷിയുള്ളവരായി തന്നെ നമ്മുടെ മക്കൾ മാറണം.